ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ഈ വെള്ളിയാഴ്ച ദിവസം രാവിലെ മോർണിംഗ് വൈബ്സ് എത്തുമ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യം ഇന്ത്യ 2020 ലോകകപ്പിന്റെ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി അർദ്ധരാത്രിയായിരുന്നു ആ കളി പൂർത്തിയായത്. നമുക്കറിയാം വിൻഡീസിൽ അവിടെ ഗയാനയിലാണ് മത്സരം നടന്നത്. ഫൈനൽ പോരാട്ടത്തിൽ ഇന്ത്യ എത്തുമ്പോൾ ദക്ഷിണാഫ്രിക്ക എതിരാളികളായി എത്തുന്നു. ഇനി മറ്റു വാർത്തകളും ഒരുപാടുണ്ട്. പ്രത്യേകിച്ചും മഴ അതിങ്ങനെ സംസ്ഥാനത്ത് ദിവസങ്ങളായി ഉണ്ടായിരുന്നു. മഴക്കെടുതി രൂക്ഷമായിരുന്നു, വെള്ളക്കെട്ട്, കടലാക്രമണം, അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടുകയായിരുന്നു നമ്മൾ മലയാളികൾ. പക്ഷേ ഇന്ന് മഴയ്ക്ക് ശമനമുണ്ട് നേരിയ തോതിൽ. പക്ഷെ അപ്പോൾ 9 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മഴ മാറിയെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ മഴയ്ക്കൊരു ശമനമുണ്ട് എന്ന് തോന്നുന്നു. രാവിലെ ശക്തമായ മഴ പരക്കെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഒപ്പം രാഷ്ട്രീയ വാർത്തകൾ വരുന്നു. കളിക്കാവളയിലെ കൊലപാതകത്തിന്റെ ചുരുളുകൾ കൂടുതൽ വ്യക്തമാകുന്നു. ഈ കാഴ്ചകളിലേക്കൊക്കെ മോർണിംഗ് വൈബ്സ് എത്തും. നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോകാം 2020 ലോകകപ്പിന്റെ ഫൈനലിലെ ഇന്ത്യയുടെ മധുരമുള്ള പ്രവേശത്തെക്കുറിച്ച്. സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച വാർത്തയിലേക്ക് ആദ്യം പോകുന്നു. 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ, സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 68 റൺസിന് ആധികാരികമായി തകർത്താണ് ഇന്ത്യയുടെ മുന്നേറ്റം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 71 റൺസ് എടുത്തപ്പോൾ ഇംഗ്ലണ്ട് 16.4 ഓവറിൽ 103 റൺസിന് ഓൾ ഔട്ടായി. 3 വിക്കറ്റ് വീതം വീഴ്ത്തിയ അക്സർ പട്ടേലും കുൽദീപ് യാദവുമാണ് ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞത്. അക്സർ പട്ടേലാണ് മാൻ ഓഫ് ദി മാച്ച്. സൂര്യകുമാർ യാദവ് 47 റൺസ് എടുത്തു. 25 റൺസുമായി ഹാരി ബ്രൂക്കാണ് ഇംഗ്ലീഷ് ബാറ്റർമാരിലെ ടോപ്പ് സ്കോറർ. ഇംഗ്ലണ്ടിന്റെ 7 ബാറ്റർമാർ 2 അക്കം കാണാതെ ഇന്നലെ പുറത്തായി. എസ് ലല്ലു ചേരുന്നുണ്ട് നമ്മോടൊപ്പം ടെലിഫോണിൽ. ലല്ലു, മത്സരം ആവേശകരമായിരുന്നു. പ്രത്യേകിച്ചും ഈ മഴ ഇടയ്ക്ക് രസം കൊല്ലി എത്തിയപ്പോൾ പക്ഷേ ഒരുപാട് ഹാർഡ് കോർ ക്രിക്കറ്റ് ഫാൻസ് അല്ലാത്തവർ ഒന്ന് പോയി കിടന്നുറങ്ങാൻ സാധ്യതയുണ്ട്. അതിനുശേഷമാണ് വീണ്ടും മത്സരം പുനരാരംഭിക്കുകയും ഇന്ത്യ ഇങ്ങനെ ഒരു മനോഹര ജയം സ്വന്തമാക്കുകയും ചെയ്തത്. ഈ അത്ര മികച്ച ഒരു ടോട്ടൽ ആയിരുന്നു ഈ 172 എന്നുള്ളത് ആ പിച്ചിൽ. നമുക്കറിയാം ഇന്ത്യൻ ഇന്നിങ്സിന്റെ ഏതാണ്ട് 7-8 ഓവറുകൾ കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്തത്. ഏതാണ്ട് 1 മണിക്കൂർ നേരം മഴ പെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഇത് ചോദിച്ചത് 171 എന്ന ടോട്ടലിനെ കുറിച്ചാണ്. തീർച്ചയായും അവിടെ ഗയാനയിലെ ആ പിച്ചുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ 171 ഒരു പൊരുതാവുന്ന സ്കോർ തന്നെയായിരുന്നു. കാരണം വളരെ വേഗം കുറഞ്ഞ പിച്ചിൽ ഏറ്റവും നിർണായകമായത് ടോസ് തന്നെയാണ്. ടോസ് നേടിയ രോഹിത് ശർമ്മ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ശേഷം നമുക്കറിയാം ഇന്ത്യയുടെ തുടക്കം മോശമില്ലാത്ത തുടക്കമായിരുന്നു. രോഹിത്തും കോഹ്ലി ചേർന്ന് തുടക്കം നൽകി. അതുപോലെ ഈ ടൂർണമെന്റിൽ അത്ര മികച്ച ഫോമിലല്ല വിരാട് കോഹ്ലി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം തുടക്കത്തിൽ തന്നെ പുറത്തായി. അതിനുശേഷം രോഹിത് ശർമ്മ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അപ്പോഴാണ് മഴ എത്തിയത്. ഏതായാലും 171 എന്ന ടോട്ടലിൽ ഏതാണ്ട് എല്ലാ ബാറ്റ്സ്മാൻമാരും അതിനകത്ത് കാര്യമായി സംഭാവന ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ സൂര്യകുമാർ യാദവ് നന്നായി കളിച്ചു. അക്സർ പട്ടേലും അതുപോലെ തന്നെ പാണ്ഡ്യയും രവീന്ദ്ര ജഡേജയും എല്ലാം തങ്ങൾക്കറിയുന്ന ചെറിയ സ്കോറുകൾ നൽകി 171 എന്ന നിലയിലേക്ക് എത്തിച്ചു. പലപ്പോഴും ബാറ്റിംഗ് വളരെ ദുഷ്കരമാകുന്ന ഒരു പിച്ചാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബോള് ബാറ്റിലേക്ക് വരാൻ പ്രയാസമുള്ള ഈ പിച്ചിൽ 171 ഒരു മികച്ച ടോട്ടൽ തന്നെയാണെന്ന് പറയാം. കാരണം നമുക്ക് കുൽദീപ് യാദവിന്റെയും അതുപോലെ തന്നെ അക്ഷർ പട്ടേലിന്റെയും രവീന്ദ്ര ജഡേജയുടെ എല്ലാം സ്ലോ ബോളിങ്ങും 7 വിക്കറ്റിലും മനോഹരമായി പന്തെറിയുന്ന ജസ്പ്രീത് ബുംറയുടെ സാന്നിധ്യം എല്ലാം ഉണ്ടാകുന്നത് 171 ഒരു പൊരുതാവുന്ന സ്കോർ തന്നെയായിരുന്നു എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ ഇംഗ്ലണ്ട് ഇത്തരത്തിൽ കീഴടങ്ങി കളയുമെന്ന് സത്യത്തിൽ ഒരു ക്രിക്കറ്റ് ആരാധകർ വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. സ്കോർ കാർഡ് കണ്ടാൽ തന്നെ അറിയാം. 25 റൺസ് എടുത്ത ഹാരി ബ്രൂക്ക് മാത്രമാണ് അല്പമെങ്കിലും ഇന്ത്യൻ ബൗളിങ്ങിനോട് പിടിച്ചു നിന്നതെന്നാണ് മനസ്സിലാക്കിയത്. ഏറ്റവും മനോഹരമായി പന്തെറിഞ്ഞത് കുൽദീപ് യാദവാണ്. 19 റൺസിന് 3 വിക്കറ്റാണ് കുൽദീപ് വഹിച്ചത്. അക്സറും ആ 3 വിക്കറ്റ് വീഴ്ത്തുന്നു. 2 റണ്ണൌട്ടുകൾ സംഭവിക്കുന്നു. കളിയുടെ സമസ്ത മേഖലയിലും ഇംഗ്ലണ്ടിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നമുക്കറിയാം സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിലെ വേഗം കുറഞ്ഞ പിച്ചുകൾ ഒരു പക്ഷേ ഈ ഒരു 2020 ലോകകപ്പിന്റെ രസം കെടുത്തുന്നുണ്ടാവാം. നേരത്തെ പറഞ്ഞ ഒരു ബാറ്റ്സ്മാൻമാരുടെ ഒരു ആധിപത്യമുള്ളൊരു മേഖലയാണല്ലോ ഈ 2020 ക്രിക്കറ്റ് എന്നുള്ളത്. പക്ഷേ താരതമ്യേന കുറഞ്ഞ സ്കോറുകൾ. സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ 56 റൺസിന് ഓൾ ഔട്ടായത് നമ്മൾ ഓർക്കണം. ഏതായാലും
വളരെ മികച്ച 2 ടീമുകളാണ് ഫൈനലിലേക്ക്. ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത 2 ടീമുകൾ ഫൈനലിൽ എത്തുന്നു. സെമി ഫൈനലിൽ ആധികാരികമായി ജയിച്ച 2 ടീമുകൾ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ സമീപകാലത്ത് സംഭവിക്കുന്ന ഏറ്റവും ആവേശകരമായ ഒരു ഫൈനലായിട്ടും ശനിയാഴ്ച നടക്കുമെന്നാണ് തോന്നുന്നത്. റൈറ്റ്. എസ് ലല്ലു ആണ് ചേർന്നത്. എന്നോടൊപ്പം ഇപ്പോൾ ക്രിക്കറ്റ് നിരീക്ഷകൻ മുൻ KCA സെക്രട്ടറി ഡോക്ടർ N അജിത് കുമാർ തത്സമയം ചേരുന്നുണ്ട്. ഡോക്ടർ അജിത് കുമാർ, എന്നാലും വെരി സോറി, രാവിലെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് ഞാൻ തന്നെയാണ്. ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് ലേറ്റായി ഉറങ്ങിയെന്ന് അറിയാം. എങ്കിൽ പോലും ഈ ക്രിക്കറ്റിന്റെ സന്തോഷത്തിൽ എഴുന്നേൽപ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്നാണെങ്കിലും ഒരുപാട് സന്തോഷം ഈ രാവിലെ തത്സമയം ചേരുന്നതിന്. ഡോക്ടർ അജിത് കുമാർ, ഈ 171 എന്ന ടോട്ടൽ പടുത്തുയർത്തുന്നു. 172 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ട് ഇങ്ങനെ പെട്ടെന്ന് ലാല് സൂചിപ്പിച്ച പോലെ ഇത്രമാത്രം പെട്ടെന്ന് എങ്ങനെ കീഴടങ്ങുമെന്ന് കരുതിയിരുന്നു? ഒരിക്കലുമില്ല. കാരണം ബട്ട്ലറിന്റെ തുടക്കം ഗംഭീരായിരുന്നു. ഞാൻ പേടിച്ചുപോയി. കാരണം എനിക്ക് വീണ്ടും പഴയ കഴിഞ്ഞ 2022 ഫൈനലാണ് ഓർമ്മ വന്നത്. ബട്ട്ലറും അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ജെയ്സൺ റോയ് ആയിരുന്നു. ഇന്ന് ഇത്തവണ സോൾട്ടാണ്. സോൾട്ട് അതിനേക്കാളും ഡേഞ്ചറസ് ആണ്. നമുക്ക് കണ്ടതാണല്ലോ സോൾട്ട് IPL KKR വേണ്ടി കളിച്ച ഇന്നിങ്സുകൾക്കൊന്നും ഞാൻ മറന്നിട്ടില്ല. അപ്പം ബട്ട്ലറിന്റെ ആ തുടക്കം കണ്ടപ്പം പറയുമ്പോഴേക്കും സ്കോർ 34. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞ തവണത്തെ അതേ ഒരു റിപ്പീറ്റ് ആവാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊന്ന് രോഹിത് ശർമ്മയുടെ മാസ്റ്റർ സ്ട്രോക്ക് ആയിരുന്നു അക്ഷർ പട്ടേലിനെ ആ പവർ പ്ലേയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതൊരു മാസ്റ്റർ സ്ട്രോക്ക് ആയിട്ട് ഞാൻ കാണുന്നത്. ആ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ബട്ട്ലറിന്റെ വിക്കറ്റ്. ഞാൻ പറഞ്ഞത് ഇന്നലത്തെ മത്സരം മാറ്റിയത് ബട്ട്ലറിന്റെ ആ ഒരു വിക്കറ്റാണ്. ബട്ട്ലർ 34 for 1 ആയപ്പം പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല. കാരണം ബട്ട്ലറിലായിരുന്നു അവര് കംപ്ലീറ്റ് എല്ലാവരുടെയും അവരുടെ പ്രതീക്ഷ. പറയുമ്പോഴേക്കും പിന്നെ ബുംറ വന്നിട്ട് സോൾട്ടിനെ എടുത്തു. 2 വിക്കറ്റ് പെട്ടെന്നായി. ബേഴ്സ്റ്റോവും അക്ഷർ പട്ടേൽ എടുത്തതോടെ പിന്നെ അവിടെ ഒരു ഡിസറെ എന്നൊരു തോന്നല. കാരണം ബേഴ്സ്റ്റോ 0-നാണ് പോകുന്നത്. അതോടെ ആ ഒരു ഡിസറെ, ആ അക്ഷർ പട്ടേലിന് ആ സ്പെല്ലുണ്ടല്ലോ, 3 വിക്കറ്റ്സ് പുള്ളി എടുത്ത അത് 3 പ്രധാനപ്പെട്ട ബാറ്റ്സ്മാൻമാരെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലിവിങ്സ്റ്റൺ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശരിക്കും ഇംഗ്ലണ്ട് സറണ്ടർ ചെയ്ത പോലെ എനിക്ക് തോന്നിയത്. ആകെ ബ്രുക്ക് ഇടയ്ക്ക് വന്നിട്ട് ഒരു 25 റൺ എടുത്തു. ബ്രുക്കിന്റെ നല്ല ഇന്നിങ്സ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ബ്രുക്കിന്റെ ഇന്നിങ്സ് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആ 25 പറയത്തക്ക ആ ഒരു യൂഷ്വൽ ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സിലേക്ക് പോകും തോന്നിയിരുന്നില്ല. ഏത് സമയത്തുമാണ് കുൽദീപിന്റെ ബോൾ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് നമ്മള് ആ ഒരു മൊമെന്റം ഇംഗ്ലണ്ടിന് തുടക്കത്തിൽ ബട്ട്ലർ ക്രിയേറ്റ് ചെയ്ത മൊമെന്റം പെട്ടെന്ന് ഇംഗ്ലണ്ടിന് വിക്കറ്റുകൾ ഈ കുൽദീപും അക്സറും വന്നിട്ട് 6 വിക്കറ്റും ബുംറ നേരത്തെ ഒരു വിക്കറ്റ് എടുത്ത് പെട്ടെന്ന് അവർ 7 വിക്കറ്റ്സ് ആയി. 7 വിക്കറ്റ്സ് ആയപ്പോഴേക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഇനി ഒരു തിരിച്ചു വരവ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ആർച്ചർ അവസാനം കുറച്ച് സ്കോർ ചെയ്യാൻ നോക്കിയെങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട്. 103 ഓൾ ഔട്ട് ആവുന്ന ഞാൻ ഒരിക്കലും ഒരു സെമിഫൈനൽ മത്സരം, അത് പ്രത്യേകിച്ച് ഇത്രയും ഒരു വലിയ സ്റ്റേജ്, ഇത്രയും ലോകകപ്പ് സെമിഫൈനൽ, ഇത്രയും വലിയൊരു സ്റ്റേജില് ഇംഗ്ലണ്ട് 103 ഞാൻ പറഞ്ഞത് വിക്ടറി ആയിരുന്നു. ഇറ്റ് വാസ് എ സറണ്ടർ. ഇന്ത്യൻ ബോളിങ്ങിനോട് ഒരു സറണ്ടർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത്ര നല്ല പെർഫോമൻസ് ആയിരുന്നു. ബോളേഴ്സിന്റെ കൺസിസ്റ്റൻസി. വീണ്ടും ബുംറ വന്നിട്ട് ആ ഒരു ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കുന്നത്, അതായത് എനിക്ക് ഇന്നലെ രോഹിത്തിന്റെ ഡേ ആയിരുന്നു. ഒന്ന്, അദ്ദേഹം അസലായിട്ട് ബാറ്റിംഗ് ചെയ്തു. ക്യാപ്റ്റൻസി വാസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഒരു പീക്കിലായിരുന്നു. കൃത്യമായിട്ട് ആ ബോളിംഗ് ചേഞ്ചസ് ഞാൻ ഒരിക്കലും അദ്ദേഹത്തിന് പലപ്പോഴും ഞാൻ തോന്നാറുണ്ട് ബോളിംഗ് ചേഞ്ചസിൽ ചെറുതായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോന്ന്. പക്ഷെ ഇന്നലെ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നില്ല. വെൽ സപ്പോർട്ടഡ് ബൈ ദ ബോളേഴ്സ്. ഈ ബോളേഴ്സിന്റെ ആ സപ്പോർട്ട്, കാരണം എല്ലാവർക്കും ഒരു ജസ്റ്റ് ഒരു 1 point അജണ്ടയാണ്. ഇന്ത്യ ഹാസ് ടു വിൻ. ആൻഡ് 171, താങ്കള് ശ്രീ ലല്ലുവിനോട് ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. 171 എന്നൊരു സ്കോർ ഹൈ ആയിരുന്നോ അല്ലെങ്കിൽ ലോ ആയിരുന്നോ എന്ന് ചോദിച്ചപ്പം ഗയാനയില് ആക്ച്വലി 160 പാർ സ്കോർ. അത് തുടക്കത്തിൽ തന്നെ ഗവസ്കറൊക്കെ പറഞ്ഞിരുന്നു 160 പാർ സ്കോർ. അവര് 200 ഒന്നും എക്സ്പെക്ട് ചെയ്യണ്ട. അവർ 170 തന്നെ എത്തിയാൽ തന്നെ ഇറ്റ് വിൽ ബി എ ഗുഡ് സ്കോർ. പിന്നെ 170 എത്തിയപ്പോ തന്നെ നമ്മൾ കണ്ടല്ലോ, കേട്ട് അവരുടെ എക്സ്പേർട്സിന്റെ കമന്റ്സ് പറഞ്ഞപ്പോൾ 170 ഈസ് എ ഗുഡ് സ്കോർ ഓൺ ദ ഗയാന വിക്കറ്റ്. മാത്രം ഇങ്ങനെ ഭാഗ്യത്തിന് മഴ കംപ്ലീറ്റ്ലി മാറി. നല്ല അറ്റ്മോസ്ഫിയറിലാണ് ഇവർ കളിച്ചത്. ഉച്ചയായപ്പോഴേക്കും കാര്യങ്ങൾ സെറ്റിൽ ചെയ്തു. അവിടെ ശരിക്കും ആ വെയിലും
കൃത്യതയോടെ നമ്മുടെ ബോളേഴ്സിനെ സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. അതെ. കാരണം ആ ഒരു ഇതൊക്കെ മാറിക്കിട്ടി, ഫീൽഡിങ്ങും കുറച്ചുകൂടി എളുപ്പമായി. എല്ലാ വിധത്തിലും കൃത്യതയോടെ നാം പറയാം, ഇംഗ്ലണ്ടിന് ആ മഴയുടെ ഇമ്പാക്റ്റും ഒക്കെ അവര് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇന്ത്യ ബോൾ ചെയ്യാൻ വന്നപ്പോഴേക്കും കാര്യങ്ങൾക്ക് ഇമെയിൽ പറഞ്ഞു അല്ലെ, ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സാക്ട്ലി അത്തരത്തിൽ കാര്യങ്ങളുണ്ട്. ഡോക്ടർ അജിത് കുമാർ, ഒരു നിമിഷം ഞാൻ പി ബാലചന്ദ്രനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. പി ബാലചന്ദ്രൻ ക്രിക്കറ്റ് പരിശീലകൻ നമ്മോടൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ ബാലചന്ദ്രൻ, ഇപ്പോൾ ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ അതൊരു ഡിഫീറ്റ് ആയിരുന്നില്ല, ഇറ്റ് വാസ് എ സറണ്ടർ, ഒരു കീഴടങ്ങലായിരുന്നു ഇംഗ്ലണ്ടിൻ്റെത്. കഴിഞ്ഞ സെമി ഫൈനൽ നമ്മൾ മറന്നിട്ടില്ല, അതിൻ്റെ ഒരു ആധി മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഇന്നലെ ടെലിവിഷൻ സ്ക്രീനിൽ മുന്നിലിരുന്നതും. എന്താണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? അത് ഇംഗ്ലണ്ടിന്റെ ഒരു സമ്പൂർണ്ണ കീഴടങ്ങലായിരുന്നില്ലേ സെമിയിൽ? അല്ല, അത് പ്രധാനമായിട്ട് കഴിഞ്ഞ തവണ നടന്ന മത്സരത്തിന്റെയും ഇത്തവണത്തെയും സർഫസിന്റെ വ്യത്യാസം തന്നെയാണ്. ഈ പിച്ചില് ഈ കുൽദീപ് യാദവിനെ പോലുള്ള ബൗളറെ ആർക്കും കളിക്കാൻ പറ്റുന്നില്ല. വെസ്റ്റ് ഇൻഡീസിലുള്ള ഡ്രൈ ആൻഡ് റഫ് ആയിട്ടുള്ള പിച്ചില് അദ്ദേഹത്തിന് വളരെ അൺപ്ലേയബിൾ ഡെലിവറീസ് തുടർച്ചയായിട്ട് ബൗൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല, ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലും നമ്മൾ കണ്ടതാണ്. അപ്പൊ ആ ഒരു കണ്ടീഷനിൽ നമ്മുടെ ഈ 3 സ്പിന്നർമാരെ കൈകാര്യം ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിന്റെ ഫീൽഡിംഗ് വളരെ ഉന്നതമായ ഒരു നിലവാരം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് റൈറ്റ് ത്രൂ ദ ടൂർണമെന്റ്. പിന്നെ ഡോക്ടർ അജിത്ത് പറഞ്ഞ പോലെ തന്നെ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ മികവും പല ദിക്കിലും നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ആകത്തുകയാണ് ഈ ഇംഗ്ലണ്ടിന്റെ സറണ്ടർ. കഴിഞ്ഞ വേൾഡ് കപ്പ് നടന്ന ആ പിച്ചോ അല്ലെങ്കിൽ ആ സാഹചര്യവുമായിട്ട് ഇപ്പൊ നമ്മൾ ഒന്നിനെയും അതിനെ കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ജയിക്കുമ്പോൾ പല കാര്യങ്ങളും കൂടെ മറന്നു പോകുന്നു എന്നുള്ളത്. ഒന്ന്, ഈ വിരാട് കോഹ്ലിയുടെ ഓപ്പണിംഗ് എന്നുള്ള ഈ തുടർച്ചയായ പരാജയമാണ്. അത് എന്തുകൊണ്ട് ഇനിയും അത് മാറ്റി പരീക്ഷിക്കാൻ തയ്യാറാവുന്നില്ല? കാരണം ഈ വിന്നിംഗ് കോമ്പിനേഷൻ തുറന്നുകൊണ്ടിരിക്കുക എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയാണ് അത് വാസ്തവത്തില്. അത് T20 ഒരിക്കലും നമ്മളൊരു നേരത്തെ തന്നെ ഒരു ഫിക്സ്ഡ് പ്ലാനോടുകൂടെ പോകരുത്. എപ്പോഴും നമ്മൾ ടൂർണമെന്റ് ഇടയിൽ പോലും കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കാണിക്കണം. അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ഓപ്ഷൻസും ഉണ്ട് വാസ്തവം പറയാം. അപ്പൊ ആ രീതിയിൽ അദ്ദേഹത്തിനെ മധ്യനിരയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഓപ്പണറെയും കൂടെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിജയങ്ങളുടെ ഇടയിലും ഇങ്ങനെയുള്ള ഒരു വലിയ പരാജയം, കാരണം ലോകത്തിലെ ഏറ്റവും നല്ലൊരു ബാറ്റർ എന്ന് പറഞ്ഞ ഒരാള് ഇങ്ങനെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്ഥിതി നമ്മൾ കാണുന്നത് കഷ്ടമാണ് ശരിക്കും. ഇതൊക്കെയാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി നമ്മൾ ജയിച്ചു എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പൊ വിരാട് കോഹ്ലിയുടെ കേസ് മാത്രമല്ലല്ലോ, ശിവൻ ദുബെ, രവീന്ദ്ര ജഡേജ ഇന്നലെ ഒരു നിർണായകമായിട്ടുള്ള ഒരു 9 പന്തിൽ സ്കോർ ചെയ്തു. ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് ഒരു ഫുൾ ടൈം ഓപ്പണറെ കളിപ്പിക്കുന്നതിനോ അതല്ലാന്നുണ്ടെങ്കിൽ സഞ്ജു സാംസനെ പോലെ പുതിയ പ്ലെയറെ ട്രൈ ചെയ്യുന്നതിലൊന്നും യാതൊരു അറപ്പും വിചാരിക്കേണ്ട കാര്യമില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ദ്രാവിഡിന്റെ ഒരു പാറ്റേൺ എന്നും അങ്ങനെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ODI നമ്മൾ ചാമ്പ്യൻഷിപ്പ് ഇവിടെ നടത്തിയ സമയത്തും അതെ, നമ്മൾ ജയിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നും ചെയ്തില്ല. അവസാനം തോൽക്കണ സമയത്താണ് പല കാര്യങ്ങൾ അത് മതിയായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ അതിലർത്ഥമില്ല. കുറച്ചും കൂടെ ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് വേണം ടീമില്. ഇപ്പൊ ഈ ജയിക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു കാര്യം മറന്നു പോകരുത് എന്നുള്ളൊരു ധാരണയും കൂടെ എനിക്കുണ്ട്. ഇതേ ഒരു മാതൃക അല്ലെങ്കിൽ ഇതേ ഒരു രീതിയിൽ തന്നെ ഇന്ത്യ ഈ ബ്രിഡ്ജ് ടൗണിലേക്ക് എത്തുമ്പോൾ സാഹചര്യം അത്തരത്തിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ ശ്രീ ബാലേന്ദ്രൻ? തീർച്ചയായിട്ടും. ഞാൻ പറയും, ഇതുപോലത്തെ ഒരു പിച്ചാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവർ ഇന്ത്യൻ ടൂർ വന്ന സമയത്ത് എപ്പോഴാണ് കളിച്ചേക്കണേ? സ്ലോ ടേണേഴ്സിൽ അവർക്ക് ഭയങ്കര സ്ട്രഗിളാണ്. അവർക്ക് അത്രയും ക്വാളിറ്റി ബോളിംഗ് അവർ കളിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ മാച്ച് പോലും ഞാൻ പറയുകയാണെങ്കിൽ രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ഒരു 5 റണ്ണോ 6 റണ്ണോ ഒരു സെക്കൻഡ് വിക്കറ്റ് വീണിട്ട് ഇവർ അപ്പീൽ ചെയ്യാണ്ട് കളഞ്ഞു. ഓർക്കുന്നുണ്ടാവും താങ്കൾ? അതൊരു റിവ്യൂ ചോദിച്ചില്ല, അപ്പീൽ പോലും ചെയ്തില്ല. ഒരു പക്ഷേ ആ വിക്കറ്റ് കൂടെ വീണിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ അവർ സ്ട്രഗിൾ ചെയ്തേനെ. കാരണം അഫ്ഗാനിൽ നല്ല സ്പിൻ ബോളേഴ്സ് ഉണ്ട്. പിന്നെ അതങ്ങനെ പോയി എന്ന് മാത്രം. അല്ലെങ്കിൽ ഒരു 6 റണ്ണ് 2 വിക്കറ്റ് ഒക്കെയാണ് ചിലപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കാര്യവും പറയാൻ പറ്റില്ലായിരുന്നു ആ മാച്ചില്. പിന്നെ ടാർഗറ്റ് 55-56 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എത്തിപ്പെടുമായിരിക്കും. ബട്ട് അവരൊരിക്കലും കംഫർട്ടബിൾ അല്ല. ടേണേഴ്സിന് കംഫർട്ടബിൾ അല്ല. ഈ അക്ഷർ പട്ടേലും അതുപോലെ കുൽദീപ് യാദവും ഇതുപോലെ ബോൾ ചെയ്തുകൊണ്ടിരിക്കുകയും ഇന്ത്യൻ ഫീൽഡേഴ്സിന്റെ സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഹ്ലിയുടെ ഭാഗത്തിന് കോൺട്രിബ്യൂഷൻ വരണം. കാരണം പൊതുവെ ആരും റണ്ണടിക്കുന്നില്ല. ഇപ്പം രോഹിത് ശർമ്മയുടെ ഒരു ചിറകിൽ മാത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ നോക്കൌട്ട് സ്റ്റേജ് എത്തിയപ്പോഴേക്കും. പിന്നെ സൂര്യകുമാർ റൈറ്റ് ടൂർണമെന്റ് ചെയ്തു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു കോൺട്രിബ്യൂഷൻ 25-ന് മേലെ ആരും അടിക്കുന്നില്ല. അതുണ്ട്, അതെല്ലാം കാണണം. പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ശ്രീ പി ബാലചന്ദ്രൻ. ഡോക്ടർ അജിത് കുമാർ, ഇപ്പോൾ ശ്രീ ബാലചന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഈ ജയത്തിന്റെ ആഘോഷത്തിൽ മതിമറക്കുന്നതിനിടയിലും ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. ഫൈനലാണ് ഈ നമ്മളിപ്പോൾ എത്രാമത്തെ തുടർച്ചയായ ഫൈനലാണ് ലോകവേദിയിൽ. ഇനിയും ഒരു ഫൈനൽ തോൽവി അത് ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ച് അത്
പറ്റില്ല, താങ്ങാൻ കഴിയില്ല. അപ്പോൾ എന്താണ് ഫൈനലിൽ ഒരു മാറ്റി ചിന്തിക്കാനുള്ള ഒരു ധൈര്യം രാഹുൽ ദ്രാവിഡ് കാണിക്കുമോ? തീർച്ചയായും ഇന്ത്യക്കാണ് ചാൻസ്. കാരണം ബാർബഡോസ് എന്നും ഒരു ട്രഡീഷണലി ഒരു ഫാസ്റ്റ് വിക്കറ്റ് ആണ്. അത് ആക്ച്വലി അത്രയും സ്ലോ വിക്കറ്റ് അല്ല. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. പോർട്ട് ഓഫ് സ്പെയിൻ ആണെങ്കിൽ ഞാൻ വേറെ പറഞ്ഞത്, ഇത് ബാർബഡോസ് ആണ്, ബ്രിഡ്ജ്ടൗൺ ബാർബഡോസ് ആണ്. ബാർബഡോസ് ഒരു പണ്ട് മുതൽ ട്രഡീഷണൽ, അത് ഈ നമ്മുടെ സോവേഴ്സിന്റെ സ്ഥലമാണിത്, ഈ ബ്രിഡ്ജ്ടൗൺ എന്നുള്ളത്. അപ്പൊ ഈ ട്രഡീഷണലി ഫാസ്റ്റ് ബോളേഴ്സിന് ഫേവറബിൾ ആവുന്ന ഒരു വിക്കറ്റാണ് ബാർബഡോസ്. അത് ഞാൻ എന്നും കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കാര് മനസ്സിൽ വെച്ചേ പറ്റും. കഴിഞ്ഞ ഈ കുൽദീപിനും അക്സറിനും ഈ ഗയാനയിൽ പറ്റിയതുപോലെ ബാർബഡോസിൽ പറ്റുമെന്ന് തീർച്ചയായും. ഗയാന പണ്ട് മുതൽ ട്രഡീഷണൽ, ഗയാനയും പോർട്ട് ഓഫ് സ്പെയിനും ആണ് പണ്ട് മുതലേ ഈ ഒരു സ്പിന്നിങ് വിക്കറ്റ്സ് എന്ന് നമ്മള് ഇവര് പറയാറുള്ളത്. പക്ഷെ ബ്രിഡ്ജ്ടൗൺ അങ്ങനെയല്ല. ബ്രിഡ്ജ്ടൗൺ ഇസ് എ ഡിഫറെന്റ് പ്ലേസ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യൻ പ്ലേയേഴ്സ് കുറച്ചും കൂടി കെയർഫുൾ ആവണം. ബോളേഴ്സ് ഇത്രയും എളുപ്പത്തിൽ ഇങ്ങനെ കിട്ടിയതുപോലെ അവർക്ക് പർച്ചേസ് കിട്ടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമില്ല. അല്ല, ശ്രീ ബാലേന്ദ്രൻ സൂചിപ്പിച്ച പോയിന്റാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അറിയാൻ. അതായത് വിരാട് കോഹ്ലി, ശിവം ദുബെ, ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും ഫൈനലിൽ എന്നുള്ളതാണ് പ്രശ്നം. മാറ്റി ചിന്തിച്ചുകൂടെ എന്നുള്ളതാണ്. ഞാൻ ബാലേപ്പനോട് പറയുന്നത് വളരെ 100% അദ്ദേഹം കറക്റ്റ് വ്യൂ ആണ് പറഞ്ഞത്. എക്സാക്ട് എന്താ നമ്മളെല്ലാവർക്കും തോന്നുന്നതാണ് ശ്രീ ബാലേന്ദ്രൻ പറഞ്ഞത്. കാരണം വിരാട് കോഹ്ലിയുടെ ഈ ഒരു ഡിപ്രസിങ് ഫോം, ആ ഒരു 37 റൺ അദ്ദേഹം അഫ്ഗാനിസ്ഥാനോട് എടുത്തു നിന്ന് മാറ്റി നിർത്തിയാല് അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് ഡിപ്രസിങ് ആണ്. നമുക്ക് എന്തൊരു വിഷമം. ക്രൂഷ്യൽ മാച്ചസിലൊക്കെ ഓസ്ട്രേലിയയിട്ടൊക്കെ ആദ്യത്തെ ബോൾ 5ാമത്തെ ബോളിന് ഔട്ടായി വരിക എന്നൊക്കെ പറഞ്ഞാൽ അത് ക്രൂഷ്യൽ മാച്ചായിരുന്നു ഓസ്ട്രേലിയയായിട്ട്. ആ മത്സരം ഇങ്ങനെ അദ്ദേഹം ഫെയിൽ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആക്ച്വലി പൊസിഷൻ നമ്പർ 3 ആണ്. ODI നമുക്ക് നന്നായിട്ട് T20 അദ്ദേഹം നമ്പർ 3 ഇത്രയും എല്ലാ സ്കോറിങ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ വീണ്ടും നമ്പർ 3 വിട്ട് ജയ്സ്വാളിനെ ഓപ്പൺ ചെയ്യിക്കുക. വിശ്വം ദുബെക്ക് പകരം ജയ്സ്വാൾ അല്ലെങ്കിൽ സഞ്ജു തന്നെ ഓപ്പൺ ചെയ്യുമല്ലോ. ഒന്നുകിൽ സഞ്ജു അല്ലെങ്കിൽ ജയ്സ്വാളിനെ ഓപ്പൺ ചെയ്യും. എനിക്ക് തോന്നുന്നു എന്റെ ഒരു ഇൻഡിക്കേഷൻ സഞ്ജു ആണ് ഏറ്റവും ബെസ്റ്റ് പേഴ്സൺ ടു ഓപ്പൺ ദ ഇന്നിങ്സ് വിത്ത് രോഹിത്. അവര് നല്ല പാർട്ട്ണർഷിപ്പ്. സഞ്ജു നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ അത് മാത്രമല്ല ഇപ്പൊ ഒരു ഈ വലിയ സ്റ്റേജ് ഒന്നും സഞ്ജുവിന് വലിയ എഫക്ട് ഒന്നും ചെയ്യില്ല, ഫൈനൽസ് ആണെന്നുള്ളതുകൊണ്ട്. പക്ഷേ ഈ ദ്രാവിഡിന്റെ ഈ കൺസർവേറ്റീവ് മെത്തേഡ്സ് ആണ് നമുക്ക് പലപ്പോഴും വിഷമം തോന്നുന്നത്. എന്ത് വന്നാലും ടീം മാറ്റില്ല. നമുക്ക് ODI കണ്ടല്ലേ, ഒറ്റ ചേഞ്ച് ഉണ്ടായിരുന്നില്ല. അവസാനം ഫിറ്റ് ആയിരുന്ന ഹാർദിക് പാണ്ഡ്യയും കൊണ്ടാണ് നമ്മൾ കളിച്ചു. ഹാർദിക് പാണ്ഡ്യ ഇൻജോർഡ് ആയപ്പോഴാണ് സൂര്യകുമാർ ടീമിലേക്ക് വന്നതെന്നല്ലാതെ സെയിം ടീം ആ വിന്നിംഗ് ആദ്യത്തെ മത്സരം നമ്മൾ ഓസ്ട്രേലിയയോട് ജയിച്ചതോടെ പിന്നെ ആ ടീം തന്നെ ത്രൂ ഔട്ട് കളിച്ചു. നമ്മൾ എല്ലാ മത്സരവും ജയിക്കുകയും ചെയ്തു. നമ്മളെ പൂൾ സ്റ്റേജില് 9 മത്സരം ജയിച്ച ഏക ടീം ഇന്ത്യയായിരുന്നു ODI വേൾഡ് കപ്പില്. പക്ഷെ ആ സമയത്തും പലപ്പോഴും നമുക്ക് തോന്നിയിരുന്നു 1-2 ചേഞ്ചസ് വരുത്തിയാൽ നല്ലതല്ലേ. പക്ഷെ ദ്രാവിഡിന്റെ ഈ കൺസർവേറ്റീവ് ആ മെത്തഡോളജി വളരെ കൺസർവേറ്റീവ് ആണ്. ഒരു മാനന്ദ പറഞ്ഞ വേർഡ് വളരെ കറക്റ്റ് ആണ്. നോട്ട് അറ്റ് ഓൾ ഡൈനാമിക്. നമുക്കൊരു ഡൈനാമിക് അതാണ് പ്രശ്നം. ഡോക്ടർ അജിത് കുമാർ, ഒരു നിമിഷം കൂടി. ഞാൻ പി രംഗനാഥൻ BCCI മാച്ച് റഫറി നമ്മളൊപ്പം ഉണ്ട്. ശ്രീ രംഗനാഥൻ, ഇപ്പോൾ ഡോക്ടർ എൻ അജിത് കുമാർ സൂചിപ്പിച്ച പോലെ ആദ്യം P ബാലചന്ദ്രൻ ക്രിക്കറ്റ് പരിശീലനം അദ്ദേഹമൊക്കെ സൂചിപ്പിച്ചൊരു കാര്യം, നമ്മൾ ഈ ജയത്തിന്റെ സന്തോഷത്തിൽ നിൽക്കുന്നു, ഫൈനലിലേക്കുള്ള ഒരുക്കങ്ങളാണിനി. അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ. ഓപ്പണർ എന്ന റോളിൽ വിരാട് കോഹ്ലിയെ നിലനിർത്തണോ എന്നുള്ള കാര്യത്തിൽ ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ വിരാട് കോഹ്ലിയെ പെട്ടെന്ന് ഓപ്പണിംഗ് പൊസിഷനിൽ നിന്ന് മാറ്റി 3rd നമ്പറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് തന്നെ ഒരു മൊറൽ അത് ഡൗൺ ആകുമോ എന്നുള്ളൊരു സ്വാഭാവിക സംശയം. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരിക്കലും ഒരു കോമ്പിനേഷൻ ഒരു ക്യാപ്റ്റനോ അല്ലെങ്കിൽ ടീം മാനേജ്മെന്റോ മാറ്റാനായിട്ട് ആവശ്യപ്പെടില്ല. അത് മാത്രമല്ല, വിരാട് കോഹ്ലിയുടെ പോലെയുള്ള ഒരു താരം, അദ്ദേഹത്തിന്റെ ആ ഗ്രൗണ്ടിലുള്ള സാന്നിധ്യം, അദ്ദേഹം പെർഫോം ചെയ്യുന്നോ ഇല്ല എന്നല്ല, പക്ഷെ ആ ടീമിൽ അദ്ദേഹം നിലനിൽക്കുന്നു, ആ ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഏറെ പ്രചോദനം നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെയാണ് വിരാട് കോഹ്ലിയെ പോലെയുള്ള പരിചയസമ്പന്നനായ ഒരു താരത്തിന്റെ ആവശ്യം. ഇപ്പൊ നമ്മൾ പറയുന്നു രോഹിത് ശർമ്മ ക്യാപ്റ്റനാണ് അല്ലെങ്കിൽ, പക്ഷെ മുതിർന്ന താരം എന്നുള്ള രീതിയിൽ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ക്യാപ്റ്റനെ കൂടിയാലോചിക്കുന്നത് തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയെ പോലെയുള്ള മുതിർന്ന താരങ്ങളായിട്ടാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ ദയനീയമാണ്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിനെ ഫൈനലിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ പൂർണ്ണമായിട്ട് യോജിപ്പില്ല. ഫൈനലിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യമല്ല, പൊസിഷൻ മാറ്റുന്നത്, ഓപ്പണർ എന്ന റോൾ മാറ്റുന്നത്. അത് തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്. ടീമിൽ ഇപ്പൊ ഓപ്പണറായിട്ട് അദ്ദേഹം ഇപ്പൊ എല്ലാ മത്സരങ്ങളിലും ഇറങ്ങുന്നു. അത് മാത്രമല്ല, നമ്മൾ കണ്ടതാണ് ഈ അടുത്ത കാലത്തുള്ള IPL വരെ അദ്ദേഹം ഓപ്പൺ ചെയ്യുകയാണ്.
അപ്പൊ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ ഒരു 3-4 ഇന്നിങ്സ് അദ്ദേഹം ഫെയിലിയർ ആയതുകൊണ്ട് ഓപ്പണിംഗ് സ്ലോട്ടിന് അനുയോജ്യനല്ല എന്ന് പറയുന്നതിൽ നമുക്ക് അർത്ഥമില്ല. അത് മാത്രമല്ല, തീർച്ചയായിട്ടും അദ്ദേഹം ഫൈനൽ പോലെയുള്ള ഒരു മത്സരത്തിൽ ഏറെ സമ്മർദ്ദത്തിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അല്ല ശ്രീ രംഗനാഥൻ, ഈ കോഹ്ലിയുടെ ഒരു ജെനുവിൻ പൊസിഷൻ അത് 3rd നമ്പർ അല്ലേ? ശ്രീ രംഗനാഥൻ കേൾക്കാമോ? കേൾക്കാം. കോഹ്ലിയുടെ ഒരു ജെനുവിൻ പൊസിഷൻ അത് 3rd നമ്പർ എന്ന് തന്നെയല്ലേ നമുക്ക് കരുതേണ്ടത്? അല്ല, അദ്ദേഹം ഇപ്പോ IPL-ലൊക്കെ ഇറങ്ങിയേക്കണ ഓപ്പണിംഗ് ആണ്. അത് മാത്രമല്ല, ഇപ്പൊ നിരന്തരം അദ്ദേഹത്തിന്റെ ഒരു കരിയറിന്റെ ഒരു അവസാന കാലഘട്ടങ്ങളിൽ പല താരങ്ങളും അങ്ങനെ മാറി അദ്ദേഹത്തിന്റെ സ്ലോട്ട് പരിശോധിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹം ഇപ്പൊ ഏത് പൊസിഷനിലും അനുയോജ്യനാണ്. ഇപ്പൊ ഓപ്പണിംഗ് മാത്രമല്ല, വൺ ഡൗൺ ആണ് അദ്ദേഹം കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന. ടെസ്റ്റിലായാലും അല്ലെങ്കിൽ ഏകദിനത്തിലായാലും അദ്ദേഹം വൺ ഡൗൺ എന്നുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് വരുന്നത്. ഇവിടെ വരുന്നത് ഇപ്പൊ വിരാട് കോഹ്ലി ഓപ്പൺ ചെയ്യുന്നു, 2 റൈറ്റ് ഹാൻഡഡ് ഓപ്പണേഴ്സ്, കൂടാതെ വൺ ഡൗൺ വരുന്നത് ഋഷഭ് പന്താണ്. അപ്പൊ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ അവിടെ വരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീം മാനേജ്മെന്റ് ഒരു തീരുമാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ അദ്ദേഹം വൺ ഡൗൺ വന്നാലും മാറ്റങ്ങൾ, ഇപ്പൊ ഒരു പുതിയ ഒരു പ്ലെയറിനെ കൊണ്ടുവരണമെങ്കിൽ ശിവൻ ദുബേനെ മാറ്റിയിട്ട് ഒരു പ്ലെയറിനെ ഇപ്പൊ സഞ്ജു സാംസൺ ആയാലും അല്ലെങ്കിൽ ജയ്സ്വാളിനെ ആയാലും കൊണ്ടുവന്ന് ടീമിന് ഒരു ചാൻസ് എടുക്കാം. പക്ഷെ അത് ഫൈനൽ ബോളിൽ ഒരു മത്സരത്തിൽ അതിന് മുതിരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇവിടെ ശിവം ദുബയുടെ ഒരു റോള് ഹാർദിക് പാണ്ഡ്യ എന്നും ഒരു പരിക്കിന്റെ നിഴലിലാണ്. അപ്പൊ അദ്ദേഹത്തിന് ഏതെങ്കിലും കാരണവശാൽ പന്തെറിയാൻ വരാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ 1-2 ഓവർ മീഡിയം പേസ് എറിയാനായിട്ട് ശിവൻ ദുബേനെ വിനിയോഗിക്കാനായിട്ട് ക്യാപ്റ്റന് സാധിക്കും. അതാണ് ഒരു മാറ്റം വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും രാഹുൽ ദ്രാവിഡിനെ അല്ലെങ്കിൽ രോഹിത് ശർമ്മ മുതിരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച് പി രംഗനാഥൻ. ശ്രീ അജിത് കുമാർ, ശ്രീ രംഗനാഥൻ അത് രാഹുൽ ദ്രാവിഡിന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ഫൈനൽ എന്നുള്ള ഒരു ഘടകം, അതാണ് രംഗനാഥൻ സൂചിപ്പിക്കുന്നത്. ഫൈനലിൽ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് ഗുണകരമാകില്ല എന്നുള്ളത്, അത് അങ്ങനെ തന്നെ നിലനിർത്തണം. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. കാരണം എന്താ, ഫൈനൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു മച്ച് ബിഗർ സ്റ്റേജാണ്. സ്റ്റേജിനെക്കാളും ഒരു കാര്യം, നമ്മുടെ പ്ലേയേഴ്സൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പം വെസ്റ്റ് ഇൻഡീസിലെ ഏറ്റവും നന്നായിട്ട് സക്സീഡ് ചെയ്ത് സുനിൽ ഗവാസ്കറിന്റെ കാലം കഴിഞ്ഞിട്ടും ഡെബ്യൂ സീസണിൽ ഏറ്റവും നന്നായിട്ട് സക്സീഡ് ചെയ്ത ഒരു പ്ലെയറാണ് ജയ്സ്വാൾ. ജയ്സ്വാള് വന്ന ഫസ്റ്റ് മത്സരം വെസ്റ്റ് ഇൻഡീസിൽ ഡെബ്യൂ സെഞ്ചുറി. ശരിക്കും ഞാൻ ഇന്നും ഒരു കമ്പാരിസൺ ആണ്. സുനിൽ ഗവാസ്കർ 1971 ആദ്യമായിട്ട് ഇറങ്ങിയിട്ട് ഇത്രയും നല്ല പെർഫോമൻസ് ഇട്ട ഒരു ഡെബ്യൂ സീരീസ് ആണ് വെസ്റ്റ് ഇൻഡീസിൽ 774 റൺസ്. അതിന് കമ്പയർ ചെയ്യാം. അന്ന് പിന്നെ 5 ടെസ്റ്റ് നമ്മൾ കളിച്ചു. ഇന്ന് ആകെ 2 ടെസ്റ്റിലും ഇത്രയും സൂപ്പർ പെർഫോമൻസ് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് ജയ്സ്വാൾ. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ രംഗൻ സൂചിപ്പിച്ചതിന് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്, ശരിയുണ്ട്. പക്ഷെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഓപ്പണിംഗ് തന്നെ ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശിവം ദുബെയുടെ പൊസിഷൻ ഹാർദിക് പാണ്ഡ്യയുടെ ഇഞ്ചുറിയുടെ മുകളിൽ എന്നുള്ളത് അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാ പിന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഇഞ്ചുറിയുടെ ലെവലിലാണെങ്കിൽ ടീമിലെടുക്കാൻ പാടില്ല. അദ്ദേഹം ഫുള്ളി ഫിറ്റ് ആണ്. ഇപ്പൊ നമുക്ക് പെർഫോമൻസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ഇപ്പൊ ഫുള്ളി ഫിറ്റ് ആണ്. അത് യങ്സ്റ്റേഴ്സ് അല്ലേ, അവർക്ക് ഫിറ്റ്നസ് തിരിച്ചു കിട്ടിയാൽ പിന്നെ കാര്യം ODI വേൾഡ് കപ്പിന് ശേഷമുള്ള ആ ഒരു ഇഞ്ചുറി ഒക്കെ അതൊക്കെ പഴയ കാലമാണ്. അദ്ദേഹം IPL മുഴുവൻ കളിച്ചില്ലേ, എല്ലാ മത്സരങ്ങളും മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റനായിട്ട് എല്ലാ മത്സരങ്ങളും കളിച്ചു. അപ്പൊ അതൊക്കെ കാണുമ്പം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിനെ കുറിച്ച് എനിക്ക് വലിയ ആ പോയിന്റിൽ ശിവം ദുബെ എടുക്കണമെന്ന് എനിക്ക് തീരുമാനില്ല. ശിവം ദുബെ ആക്ച്വലി ടീമിൽ ഇപ്പോൾ ഒരു ലയബിലിറ്റി ആയിരിക്കാം, ക്ലിയർ ലയബിലിറ്റിയാണ്, യാതൊരു സംശയമില്ല. ബാറ്റും ചെയ്യണില്ല, ബോളും ചെയ്യണില്ല. ആകെ USA ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മളൊന്ന് മാറ്റി നിർത്തിയാൽ ശിവം ദുബെയുടെ പെർഫോമൻസ് എന്ന് ബാറ്റ് ചെയ്യാൻ ഇറങ്ങി അദ്ദേഹം പെർഫോമൻസ് ഫസ്റ്റ് ബോൾ ഹാർദിക് പാണ്ഡ്യ ആൻഡ് ശിവം ദുബെ കണ്ടിന്യൂസ് ബോൾസിന് ഔട്ടായത്. നമ്മൾ അത് നല്ല ക്രൂഷ്യൽ പോയിന്റ് ആണ്. 146 എന്ന സ്കോറിൽ 146 for 4, 146 for 5. എന്താ ഈ പറയണേ, 2 കണ്ടിന്യൂസ് ബോൾസിന് ഔട്ട് ആവുക എന്നൊക്കെ പറഞ്ഞാൽ അത് ജോർഡൻ ആ ബോളിംഗ് ഓഫ്കോഴ്സ് അദ്ദേഹത്തിന്റെ അത് ബോളിംഗ് അല്ലല്ലോ. ഇപ്പം ബാറ്റ്സ്മാൻ നമ്മള് പ്രതീക്ഷിക്കുന്നല്ലേ, ലെഫ്റ്റ് ഹാൻഡറേയും കണ്ടിന്യൂസ് ബോൾസിന് ഔട്ട് ആവുക. അത് മറ്റേ 2 സോളിഡ് ബാറ്റ്സ്മാൻമാരാണ് ഔട്ടായിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കാണുമ്പോഴാണ് പെട്ടെന്ന് 146-5 ആയപ്പോ ഞാനൊക്കെ നിർത്തി, അയ്യോ 150 എത്തുവോ നമ്മള് എന്നുള്ള തോന്നലുണ്ട്. പിന്നെയാണ് അക്ഷറിന്റെ ഒരു മിടുക്കില് നമ്മള് 170 എത്തിയത്. പക്ഷെ അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഒരു മേജർ ബാറ്റ്സ്മാൻ ബാറ്റിങ്ങിലാണ് അദ്ദേഹത്തിന്റെ നമ്മുടെ കോൺട്രിബ്യൂഷൻ. അല്ലാണ്ട് അദ്ദേഹത്തെ ബോളിംഗ് ഒരു ബാറ്റ്സ്മാൻ ഹു ക്യാൻ ബോൾ എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം. പക്ഷെ ഈസ് എ ബാറ്റ്സ്മാൻ. അദ്ദേഹത്തെ ബാറ്റ്സ്മാൻ എന്ന നിലയിലാണ്, അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പെർഫോമൻസിലാണ് അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യൻ ടീമിൽ എടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ടോട്ടൽ ഫെയിലിയർ. അദ്ദേഹത്തെ മാറ്റാവുന്നതാണ്, യാതൊരു സംശയമില്ല. എന്റെ തോന്നല് ജയ്സ്വാളിന് അദ്ദേഹത്തിന് വേറെ വന്ന് അദ്ദേഹം ഓപ്പൺ ചെയ്താൽ ഈ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ഇഷ്യൂ തീരും. ഋഷഭ് പന്ത് നടുവിൽ വരും,
അദ്ദേഹം ഈ ദുബൈയുടെ സ്ഥലത്ത് വന്നാൽ നമുക്ക് വീണ്ടും ആ ലെഫ്റ്റ് ഹാൻഡേഴ്സിന്റെ ആ ഒരു അഡ്വാൻറ്റേജും കിട്ടും. എന്റെ ഇപ്പോഴും ഫീലിംഗ് വിരാട് കോഹ്ലി നമ്പർ 3 ഇറങ്ങണം. നമ്പർ 3 ഇറങ്ങിയാൽ അദ്ദേഹത്തിന്റെ പഴയ പെർഫോമൻസിലേക്ക് അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹത്തിന് ഇൻസൾട്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും പോർ പെർഫോമൻസ് ആയ ടീമിന്റെ നോപ്പയുടെ പ്രശ്നം നിൽക്കുന്നില്ല. ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. ഇപ്പൊ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ് നമ്മളൊന്നും പുറത്തൊന്നും ഇത്ര പ്രശ്നം നിൽക്കുന്നില്ല. ബട്ട് പൊസിഷൻ ഓപ്പണിംഗിൽ നിന്ന് 1 ഡൗണിലേക്ക് വരിക, ജയ്സ്വാൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ടീമിന് ഏറ്റവും ബെസ്റ്റ് ആവുക. പ്രത്യേകിച്ച് ഫൈനൽസിൽ വി ഹാവ് ടു പ്ലേ വിത്ത് ദ ബെസ്റ്റ് ടീം. അല്ലാണ്ട് ഇപ്പം സെന്റിമെന്റിലൊന്നും ഈ ലോകകപ്പ് ക്രിക്കറ്റിൽ യാതൊരു പ്ലേസും ഇല്ല, ഒരു കാര്യമില്ല. പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയെ തോൽപ്പിച്ച ശേഷം, ഓസ്ട്രേലിയയോടുള്ള ജയത്തിന് ശേഷം രോഹിത് ശർമ്മയുടെ ഏറ്റവും ഈ മത്സരത്തിൽ നിന്നും ഗെയിൻ ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞത് ഓസ്ട്രേലിയ ഈ ടൂർണമെന്റിൽ ഇനി ഇല്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് രോഹിത് അന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ ദക്ഷിണാഫ്രിക്കയാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് വീണ്ടും ചങ്കെടുപ്പ് കൂടിയാണ്. ദക്ഷിണാഫ്രിക്ക പതിവിന് വിപരീതമായി ഏറ്റവും ദൗർഭാഗ്യം പിടികൂടുന്ന ടീമാണ്. പക്ഷേ ഇക്കുറി ഈ ടൂർണമെന്റിൽ ഒരു ഭാഗ്യത്തിന്റെ പെരുമഴയിലാണ് ദക്ഷിണാഫ്രിക്ക ഫൈനലിലേക്ക് എത്തിയത് ഒരുപാട് തവണ. അപ്പോൾ ഈ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ, അതിൽ എന്താണ് പ്രതീക്ഷിക്കുക അജിത് കുമാർ? തീർച്ചയായിട്ടും ഭാഗ്യം മാത്രമല്ല എൽദോ, തീർച്ചയായിട്ടും അവരുടെ പെർഫോമൻസ് ഓൾസോ വാസ് എക്സലന്റ്. കാര്യം ഇംഗ്ലണ്ട് ആയിട്ടുള്ള മത്സരം ഞാൻ പറയാം, അതെ അതൊരു ഭാഗ്യമായിരുന്നു. 163 എടുത്തപ്പം ഇംഗ്ലണ്ട് 156 അവർക്ക് ചുട്ടാൻ പറ്റി. അത് പ്രത്യേകിച്ച് അവസാനം 135 for 2 ആയിരുന്നു ഇംഗ്ലണ്ടാണ് പെട്ടെന്ന് 156 ഓൾ ഔട്ട് ആയത്. ആ ഒരു മത്സരം നമ്മളൊന്ന് മാറ്റി നിർത്തിയ അവരുടെ പെർഫോമൻസ് എബോവ്. അവരെ റബാഡയൊക്കെ എന്ത് ഫോമിലാണ് ഇപ്പോൾ ഉള്ളത്. അവരും ജാൻസണും റബാഡയും അവർ രണ്ടുപേരുടെ ബോളിംഗ് പെർഫോമൻസ്, മഹാരാജിന്റെയും ഷംസിയുടെയും ബോളിംഗ് പെർഫോമൻസ്, ഷംസി ഇടയ്ക്ക് വന്നിട്ട് ഒരു 4 വിക്കറ്റൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ പെർഫോമൻസ് ടോപ്പ് ക്ലാസ്. ബാറ്റ്സ്മാരെല്ലാരും നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഡിക്കോക്ക് നന്നായിട്ടുണ്ട്. ഹെൻഡ്രിക്സ് അത് നന്നായിട്ടാണ് അന്ന് സെമിഫൈനൽസിൽ കളിച്ചത്. ഹെൻഡ്രിക്സ് പിന്നെ അവരെ ആദ്യത്തെ 5 ബാറ്റ്സ്മാര് ടോപ്പ് ക്ലാസ് ആണ്. അവരെ 5 ബാറ്റ്സ്മാരും 4 ടോപ്പ് ക്ലാസ് ബോളേഴ്സും ഉണ്ട്. 9 പ്ലേയേഴ്സ് അവരുടെ ടോപ്പ് ക്ലാസ്. അവർ പിന്നെ ചേഞ്ചസ് ഇഷ്ടം പോലെ നടത്തുന്നുണ്ട്. അവർക്ക് ചേഞ്ചസ് നടത്താനായിട്ട് യാതൊരു മടിയില്ലാത്തൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. ജയിക്കാൻ വേണ്ടി വന്നു. കാരണം എല്ലാ മത്സരവും ജയിച്ചിരിക്കണം. ആദ്യത്തെ സൂപ്പർ 8 ആദ്യത്തെ മത്സരങ്ങളിൽ ആദ്യത്തെ റൗണ്ട് റോബിനിൽ 4 മത്സരം, സൂപ്പർ 8 3 മത്സരം, ഇപ്പൊ സെമിഫൈനൽ 8 ഔട്ട് ഓഫ് 8. ഇന്ത്യ 7 ഔട്ട് ഓഫ് 7 ആണ്. ഇന്ത്യയുടെ കാനഡയുടെ മാച്ച് വാഷ്ഡ് ഔട്ട് ആയി. അതുകൊണ്ട് നമ്മൾ ഇന്ത്യ 7 ഔട്ട് ഓഫ് 7 ആണ്, അവര് 8 ഔട്ട് ഓഫ് 8 ആണ്. 2 ചാമ്പ്യൻ ടീംസ് ആണ്. ഞാൻ ഒരിക്കലും ദക്ഷിണാഫ്രിക്കയെ കുറവായിട്ട് കാണില്ല. കാരണം ആദ്യമായിട്ടാണ് 91 അവർ തിരിച്ചു വന്നതിന് ശേഷം ഒരു ഇന്റർനാഷണൽ ഇവന്റിൽ അവർ ഫൈനൽസ് എത്തുന്നത്. എന്ന് നമ്മൾ ചോക്കേഴ്സ് എന്ന് വിളിച്ചിരുന്ന ഒരു ടീമാണ്. സെമിഫൈനലിൽ തോക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് പ്രധാനപ്പെട്ട മത്സരത്തിൽ അവർ തോൽക്കും. എപ്പോഴും ബെസ്റ്റ് ടീം നെവർ ടു വിൻ. നമ്മുടെ സാധാരണ ഈ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിനോട് പറയണ പോലെ ബെസ്റ്റ് ടീം നെവർ ടു വിൻ. അങ്ങനെയായിരുന്നു സൗത്ത് ആഫ്രിക്ക എല്ലാ ലോകകപ്പിനും. ബെസ്റ്റ് അവര് ഫേവറേറ്റ്സ് ആയിട്ട് വരും, പക്ഷെ ഫൈനൽ കാണില്ല. സെമിഫൈനലായിരിക്കും അവർ അങ്ങോട്ട് പുറത്തു പോകും. എന്തെങ്കിൽ റീസൺസ് ബിയോണ്ട് ദെയർ കൺട്രോൾ, വെതർ കണ്ടീഷൻസ് കാരണം അവരുടെ ഒരിക്കലും ഫൈനലിൽ അവർക്ക് എത്താൻ പറ്റിയില്ല. പിന്നെ സെമിഫൈനലില് എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ട് തോറ്റ അവസാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ അങ്ങനെയല്ല, അവർ ജയിക്കാൻ വേണ്ടി വന്ന പോലെ എനിക്ക് തോന്നിയത്. കാരണം അവർ എല്ലാ മത്സരം എനിക്ക് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ഞാൻ കാണുകയും ചെയ്തു. കാരണം സൗത്ത് ആഫ്രിക്ക എനിക്ക് എന്താ ഒരു സെന്റിമെന്റലി എനിക്ക് അവരോട് വളരെ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ്. ഭൂരിഭാഗം ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്ക് ആ ധാരണ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത്തവണയല്ല, എല്ലാ ക്രിക്കറ്റ് ടൂർണമെന്റുകളും ICC ചാമ്പ്യൻഷിപ്പുകളിലും എപ്പോഴും ഇന്ത്യൻ ആരാധകർക്ക് ദക്ഷിണാഫ്രിക്ക അന്ന് ജയിച്ചിരുന്നെങ്കിൽ ഈ സെമി ഫൈനലിലൊക്കെ ഭൂതം അവരെ പിടികൂടിയിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. സ്വാഭാവികം ഡോക്ടർ അജിത് കുമാർ സൂചിപ്പിച്ചാൽ. പക്ഷേ ഇത്തവണ അത് വേണ്ട എന്നായിരിക്കും ആഗ്രഹിക്കുക. കാരണം ഇന്ത്യയാണ് എതിരാളികൾ ഫൈനലിൽ, ഇന്ത്യൻ ദക്ഷിണാഫ്രിക്കൻ. താങ്ക് യു സോ മച്ച് ഡോക്ടർ എൻ അജിത് കുമാർ. ഈ അതിരാവിലെ ഉറക്കമൊക്കെ വെടിഞ്ഞ് എഴുന്നേറ്റ് ന്യൂസ് 18-നൊപ്പം പങ്കുചേർന്നതിന്, ഇന്ത്യയുടെ ഈ മനോഹര ജയം, അത് സെമിഫൈനലിൽ നിന്ന് ഫൈനലിലേക്കുള്ള മുന്നേറ്റത്തിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയതിന് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. വീണ്ടും നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യ അങ്ങനെ 2020 ലോകകപ്പിന്റെ ഫൈനലിലേക്ക് എത്തി. നാളെയാണ് ഫൈനൽ. നാളെ രാത്രി 8 മണിക്ക് ബാർബഡോസിലാണ്, ബ്രിഡ്ജ് ടൗണിൽ. അവിടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും നമുക്ക് കാത്തിരിക്കാം. എന്താണെങ്കിലും ഇനി മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് മോർണിംഗ് വൈബ്സ്. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള. ചൊവ്വ
ചൊവ്വാഴ്ച സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായാണ് പ്രതിപക്ഷം വിഷയം കൊണ്ടുവന്നത്. പക്ഷേ അന്ന് അതിനുള്ള അനുമതി സ്പീക്കർ നൽകിയില്ല. സർക്കാർ പറയേണ്ട കാര്യം, അതായത് ഇങ്ങനൊരു നീക്കം സർക്കാർ നടത്തിയിട്ടുള്ള സ്പീക്കർ തന്നെ പറഞ്ഞുകൊണ്ട് ആ നീക്കം തടയുകയായിരുന്നു. വലിയ പ്രതിഷേധമെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും സഭ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ സബ്മിഷനായാണ് വിഷയം സഭയിൽ വന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു മറുപടി പറയേണ്ടത്. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഹാജരായിരുന്നില്ല. അദ്ദേഹം ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ഇന്ന് സഭയിൽ എത്തിയിരുന്നില്ല. പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷാണ് മറുപടി പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ, അതായത് ഈ സബ്മിഷൻ സഭയിൽ വരുന്നതിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി ഓഫീസിൽ വാർത്താക്കുറിപ്പിറക്കി ഈ ടി പി വധക്കേസ് പ്രതികളെ അനർഹമായി പട്ടികയിൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ശിക്ഷാ ഇളവ് നൽകാനുള്ള തടവുകാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് മുഖ്യമന്ത്രി ഓഫീസ് ഇറക്കി. അതായത് സഭയിൽ വിഷയം വരുമ്പോൾ അതിന്റെ കാഠിന്യം, അതിന്റെ വിമർശനത്തിന്റെ ആഘാതം കുറയ്ക്കുക ലക്ഷ്യപ്പെട്ട് സർക്കാർ നടത്തിയ നീക്കമാണത്. പക്ഷേ എങ്കിലും പ്രതിപക്ഷം അതിശക്തമായി തന്നെ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചു. സർക്കാർ ഈ പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. കേരളം ഏറ്റവും അധികം ദുഃഖിച്ച, ഏറ്റവും അധികം ചർച്ച ചെയ്ത ഒരു കേസിലെ കൊടും ക്രിമിനലുകളെ രക്ഷിക്കാൻ എന്തിന് സർക്കാർ നീക്കം നടത്തുന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. മന്ത്രി എം പി രാജേഷ് ആണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മറുപടി പറഞ്ഞത്. ഈ പ്രതികൾക്ക് നേരത്തെ 3 പേരായിരുന്നു വിട്ടേക്കാനുള്ള ശുപാർശയുള്ളെങ്കിൽ ഒരാൾ കൂടി ഉണ്ട് എന്ന വെളിപ്പെടുത്തലും പ്രതിപക്ഷം സഭയിൽ നടത്തി. ട്രൌസർ മനോജ് എന്ന മനോജിനെ കൂടി വിട്ടയക്കാൻ സർക്കാർ ആലോചിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് പ്രതിപക്ഷം നടത്തിയത്. അതിന് ആധാരം ഇന്നലെ കെ രമയെ വിളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മനോജിനെ വിട്ടയക്കുന്നതിൽ, അതായത് വാദികൾ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കളുടെ മൊഴി കൂടി ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് തേടേണ്ടതുണ്ട്. അങ്ങനെ തേടുമ്പോൾ ആണ് ട്രൌസർ മനോജ് വിരിച്ചിൽപ്പെട്ടു എന്ന വിവരം അവർ അറിയുന്നത്. ആ കാര്യം കൂടി പ്രതിപക്ഷം വെളിപ്പെടുത്തി. ഏതായാലും സർക്കാരിന്റെ ഇപ്പോഴത്തെ വാദങ്ങൾ കഴമ്പില്ലാത്തതാണ്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവാണ്. അത് സർക്കാർ അറിയാതെയാണോ ഇറങ്ങിയത്? സ്വാതന്ത്ര്യത്തിന്റെ 75ാം വാർഷികത്തിന്റെ ഭാഗമായി തടവുകാരെ വിട്ടയക്കാനുള്ള ശുപാർശയാണ് സർക്കാർ തേടിയതെന്ന് സർക്കാർ പറയുമ്പോഴും അത് വിശ്വസനീയമല്ല. ടി പി കേസ് പ്രതികളെ വീണ്ടും സംരക്ഷിക്കുകയാണ് സർക്കാർ. ഇന്നലെ വൈകിട്ടും അതിനുള്ള ശ്രമം നടത്തിയെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. എന്നാൽ ആ വാദങ്ങളെല്ലാം ഉറപ്പുള്ളത് ഇനി നമ്മൾ മഴയുടെ കാര്യങ്ങളിലേക്ക് പോകാം. മഴ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയുണ്ട്, സംസ്ഥാനത്തുടനീളമുണ്ടോ എന്നുള്ളത് നോക്കാം. മഴയുടെ ശക്തി അത് സംസ്ഥാനത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മഴ ദുരിതം അത് തുടരുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. കോട്ടയം ജില്ലയിലെയും ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാലക്കാട് മംഗലം ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ നിയന്ത്രിത അളവിൽ തുറക്കുന്നതിനാൽ ചെറുകുന്നം പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഇങ്ങനെ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കോട്ടയത്ത് നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോട്ടയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. ഒപ്പം തന്നെ ആലപ്പുഴയിലെ ചില താലൂക്കുകളിൽ, അത് താലൂക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അവിടെ കുട്ടനാട്, ചെങ്ങന്നൂർ, അമ്പലപ്പുഴ, ചേർത്തല ഈ താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ മഴ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ അതിന്റെ ദുരിതം തുടരുന്നുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. പലയിടത്തെ വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളെ കാണുന്ന പോലെ ഈ നദികളൊക്കെ നിറഞ്ഞ് തുളുമ്പി ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അവിടെ തീരത്തുള്ളവരൊക്കെ ചെറിയ തോതിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ഇനി വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഒരുപക്ഷെ ഈ തവണത്തെ മഴയിൽ ശക്തമായപ്പോൾ ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതിയും മഴയുടെ ദുരിതമൊക്കെ അനുഭവിച്ചത് കോട്ടയം ജില്ലക്കാരാണെന്ന് തോന്നുന്നു. ഇപ്പോഴെന്താണ് ജില്ലയിലെ പ്രദേശങ്ങളിലെ അവസ്ഥ? എൽദോ, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എടുത്തു പറയേണ്ടത് ഇവിടെ വെള്ളപ്പൊക്കം, അതായത് വെള്ളം കയറിയുള്ള ദുരിതം കാര്യമായി ഉണ്ടായിട്ടില്ല. പക്ഷെ കാറ്റ് കാര്യമായ നാശം വിതച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം കുമരകം മേഖലയിലുണ്ടായ വലിയ കാറ്റ് അത് നിരവധി വീടുകളെ കേടുപാടിൽ എത്തിച്ചിട്ടുണ്ട്. പലതിൻ്റെയും മേൽക്കൂര പറന്നു പോകുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. കുമരകം റോഡിൽ യാത്ര ചെയ്തിരുന്ന വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ അടക്കം ഈ കാറ്റുമൂലം നിയന്ത്രണം വിട്ട് വീഴുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിൽ
മഴ അല്പം മാറി നിൽക്കുകയാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അപ്രതീക്ഷിതമായ കാറ്റ് മൂലം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ അതാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കുട്ടികൾക്കൊക്കെ അതൊരു ദുരിതമായി മാറരുത് എന്നുള്ളത് മുൻകരുതൽ ആയി എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അവധി നൽകിയിരിക്കുന്നത്. MG സർവകലാശാലയുടെ ഇന്നത്തെ പരീക്ഷകളും നേരത്തെ തന്നെ മാറ്റിവെച്ചിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള തുടർച്ചയായ മഴ അത് ഈ പടിഞ്ഞാറൻ മേഖലയിൽ അല്പം വെള്ളക്കെട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കോഡൂരാർ വഴി വെള്ളം ഒഴുകിയെത്തുകയും പലയിടത്തും വെള്ളക്കെട്ട് ഈ കുമരകം തിരുവാതുക്കൽ പോലുള്ള മേഖലകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് അത് കാരണമായിട്ടുണ്ട്. ഏതാണ്ട് 8ഓളം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇതുവരെ ആകെ പ്രവർത്തിക്കുന്നത്. അതായത് കോട്ടയത്തിന്റെ ഒരു പടിഞ്ഞാറൻ മേഖലയിലെ വെള്ളക്കെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറത്ത് വലിയ രീതിയിൽ ഉണ്ടാകുന്നതാണ്. പക്ഷെ അത്രത്തോളം എത്തിയിട്ടില്ല. എന്തായാലും മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് ഏതാണ്ട് അങ്ങനെ കാര്യമായ മഴയില്ല. കഴിഞ്ഞ ദിവസങ്ങൾക്കൊക്കെ വ്യത്യസ്തമായി രാവിലെ സൂര്യോദയവും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പകൽ മുഴുവൻ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുന്നതും ചാറ്റൽ മഴ പെയ്യുന്നതുമായ ഒരു അന്തരീക്ഷമായിരുന്നു. ഏതായാലും അതിന് മാറ്റമുണ്ട്. പതുക്കെ മഴ മാറുന്നു എന്ന സൂചനകൾ തന്നെയാണ് കോട്ടയത്ത് നിന്ന് നൽകാൻ കഴിയുന്നത്. എൽദോ. ഓക്കെ, കോട്ടയത്ത് ഇന്ന് മഴ മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീജിത്ത് നൽകുന്നത്. കോട്ടയത്ത് കാര്യമായിട്ടുള്ള പ്രശ്നം ഇന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ ഈ കാറ്റ് ഒക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ശ്രീജിത്ത്, എപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ എപ്പോഴും ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ നദികളിലെ വെള്ളം ഉയരുന്ന സാഹചര്യമാണല്ലോ കോട്ടയത്ത്, പ്രത്യേകിച്ച് മണിമലയാറ് അവിടെയൊക്കെ. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ഇത്തവണ ശ്രീജിത്ത്? എൽദോ, അതാണ് ഞാൻ നേരത്തെ ആദ്യം ചൂണ്ടിക്കാണിച്ചല്ലോ, വെള്ളം വലിയ പ്രശ്നമായിരുന്നു. വെള്ളം ഈ നദികളിൽ ഒരിടത്തും അപകട നിലയ്ക്ക് അപ്പുറത്തേക്ക് പോലും കയറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. മണിമലയാറ്റിലും മീനച്ചിലാറ്റിലും ഒക്കെ സമാനമായ സ്ഥിതിയാണ്. മുന്നറിയിപ്പ് നില ഈ പടിഞ്ഞാറൻ മേഖലകളിൽ കവിഞ്ഞിട്ടുണ്ട്. അത് ഈ പലയിടങ്ങളിലും, പ്രത്യേകിച്ച് നീലിമംഗലം, ഒപ്പം തന്നെ പേരൂര്, തിരുവാതുക്കൽ അങ്ങനെയുള്ള മേഖലകളിൽ മുന്നറിയിപ്പ് നില കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണക്ക്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയൊക്കെ ഏറ്റവും ഒടുവിൽ വരുന്ന അപ്ഡേറ്റിലും കൃത്യമായി ജില്ലാ ഭരണകൂടം വിശദീകരിക്കുന്നത്. ശ്രദ്ധേയമായ ഒന്ന്, സാധാരണഗതിയിൽ കിഴക്കൻ വെള്ളം എത്തിയാണ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ഒരു ദുരിതം സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ ഒരു മാസം ഏതാണ്ട് 2-3 ആഴ്ച മുൻപ് നടന്ന ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിൽ ഈരാറ്റുപേട്ട ടൗണിലും പാലാ ടൗണിലും ഒക്കെ വെള്ളം കയറിയിരുന്നു. പക്ഷേ ഇത്തവണ അവിടെ ഒന്നും വെള്ളം കയറിയില്ല. ഈ തുടർച്ചയായി ഈ പടിഞ്ഞാറൻ മേഖലയിൽ കോട്ടയം അടക്കമുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം എത്തിയാണ് ഈ തോടുകളൊക്കെ നിറഞ്ഞ് ഈ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ടുണ്ടായത്. പാലയിലോ അല്ലെങ്കിൽ ഈരാറ്റുപേട്ട പോലെയുള്ള കിഴക്കൻ മേഖലകളിലൊന്നും അങ്ങനെ ഒരു ദുരിതം ഉണ്ടായിട്ടില്ല. ജില്ലയിലൊട്ടാകെ മഴയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇതുവരെ കാണാത്ത നിലയിലുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നദികളിലെ ജലനിരപ്പ് ഒരു പ്രശ്നമായി മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കിഴക്കുള്ള ഈ പാലയും ഈരാറ്റുപേട്ടയോ അല്ലെങ്കിൽ മണിമലയാറിന്റെ പ്രദേശങ്ങളിലും ഒന്നും തന്നെ ആ മേഖലയിലും അങ്ങനെ മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും എത്തിയിട്ടില്ല. ഈ പടിഞ്ഞാറൻ മേഖല മാത്രമായി ഇങ്ങനെ അത് ഇവിടെ കാര്യമായ മഴ പെയ്തു എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ അതുകൂടി ചേർന്നാണ് അങ്ങനെ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സാധാരണഗതിയിൽ ഈ മഴ മൂലം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ദുരിതം കാറ്റ് മൂലം ചില മേഖലകളിൽ വലിയ ദുരിതമായി അത് മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ കുമരകത്തിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചത്. എൽദോ. ശരി, റൈറ്റ്. എന്നാലും കോട്ടയത്ത് അത്തരത്തിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ശ്രീജിത്ത് പറയുന്നത്. നമ്മൾ ഇനി പാലക്കാടേക്ക് പോവുകയാണ്. പാലക്കാട് നിന്ന് വിനേഷും ഒപ്പം കൊച്ചിയിൽ നിന്ന് നവമി ദിനേശും ചേരുന്നുണ്ട്. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, പാലക്കാട്ടെ സാഹചര്യം എങ്ങനെ? എൽദോ, പാലക്കാട് നിലവിലെ സാഹചര്യത്തിൽ മഴയില്ല. ഇന്നലെ രാത്രിയിൽ മാത്രമാണ് മഴയുള്ളത്. പക്ഷേ ഈ മംഗലം ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴയുണ്ടായിരുന്നു. ഇന്നലെയും മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡാം ഇന്ന് അതിൻ്റെ 3 ഷട്ടറുകൾ ഇന്ന് ഉയർത്തിയേക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും നിലവിൽ 75.73 മീറ്റർ, അതായത് ഡാമിൻ്റെ ബ്ലൂ അലർട്ട് ലെവലിൽ വെള്ളം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാം ഷട്ടറുകൾ ഇന്ന് തുറന്നേക്കും എന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായൊരു മഴ പാലക്കാടില്ല. നമുക്കറിയാം, പാലക്കാടുള്ള 8 ഡാമുകളിൽ ഈ
മംഗലം ഡാമിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ ബ്ലൂ ലെവൽ അലർട്ടിൽ വെള്ളം എത്തിയിരിക്കുന്നത്. ബാക്കിയെല്ലാം തന്നെ പലയിടത്തും വെള്ളം ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അതായത് ഏറ്റവും വലിയ ഡാമായ മലമ്പുഴയിൽ വെള്ളം കുറവാണ്. അതുപോലെ തന്നെ മറ്റേ കാഞ്ഞിരപ്പുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ശിരുവാണിയിൽ പിന്നെ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ വെള്ളം ഇല്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം പലയിടത്തും കരുതൽ ശേഖരം മാത്രമാണ് വെള്ളമുള്ളത്. എന്തായാലും മംഗലം ഡാമിലെ അവസ്ഥയാണ് കുറച്ചും കൂടെ. മംഗലം ഡാമിൽ കൃത്യമായി തന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു മംഗലം ഡാമിൽ തുറന്നതെങ്കിൽ ഇത്തവണ നേരത്തെ തന്നെ അവിടെ മംഗലം ഡാം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും 11 മണിയോടുകൂടി തന്നെ മംഗലം ഡാം തുറക്കും. ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലുള്ള ആളുകളോട് ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും പുഴയിലോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന തോടുകളിലോ ഒന്നും ആളുകൾ ഇറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യം 11 മണിക്ക് തന്നെ ഇതിൻ്റെ ഷട്ടറുകൾ ഉയർത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. റൈറ്റ്, ദിനേഷ് കുമാർ. ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. അവിടെ നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കടൽക്ഷോഭം അത് രൂക്ഷമായിട്ടും നടപടി എടുക്കുന്നില്ല എന്ന് ആരോപിച്ച് എറണാകുളം എടവനക്കാട് പഞ്ചായത്തിൽ നിന്ന് ഹർത്താലാണല്ലോ. അപ്പോൾ ഈ തീരദേശ സംരക്ഷണ സമിതിയുടെ വൈകിട്ട് 6 മണി വരെയുള്ള ഹർത്താൽ അത് എങ്ങനെ പുരോഗമിക്കുന്നു? എങ്ങനെയാണ് ഇന്ന് ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ? എൽദോ, ഗതികെട്ട് ജനം തെരുവിലിറങ്ങിയ കാഴ്ചയാണ് എടവനക്കാട് ഉള്ളത്. ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ ഹർത്താൽ ആരംഭിച്ചു. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ 12 മണിക്ക് ജില്ലാ കളക്ടർ ജനകീയ സമിതിയുമായി വിളിച്ച യോഗം ചേരുന്നുണ്ട്. ഇന്നത്തെ ചേരുന്ന യോഗത്തിൽ ഒരു അടിയന്തരമായ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് ഈ എടവനക്കാടുകാർ. ഇനിയും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ശക്തമായി തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ഇവിടുത്തുകാരുടെ തീരുമാനം. നമുക്കറിയാം, ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ആവശ്യമല്ല, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളല്ല. കഴിഞ്ഞ 20 വർഷമായി ഇവരുടെ ആവശ്യമാണ് സമാധാനമായി കിടന്നുറങ്ങാൻ ഒരു വീട്. ആ വീട്ടിലേക്ക് ഈ കടൽ പ്രക്ഷുബ്ധമായി കഴിഞ്ഞാൽ വീട്ടിന്റെ ഉള്ളിലേക്ക് തിരകളടിച്ച് കയറി വെള്ളം കയറി താമസിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെ അടക്കം എടുത്തുകൊണ്ട് മറ്റിടങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടത്തുകാർക്കുള്ളത്. അതുകൊണ്ട് ഇതൊരു പരിഹാരം കാണണമെന്ന വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യമാണ്. പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകളും ജനപ്രതിനിധികളും ഇവരെ കേട്ട് ഇവർക്കൊരു ഉറപ്പ് നൽകി പോവുക എന്നത് അപ്പുറത്തേക്ക് ഇവർക്കൊരു ശാശ്വതമായിട്ടൊരു പരിഹാരം കാണുന്നില്ല. കടൽത്തീരത്ത് വരച്ച വര പോലെ അത് മാഞ്ഞു പോകുന്നു എന്നല്ലാതെ ഇവരുടെ ജീവിതം വീണ്ടും ദുസ്സഹനമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ശക്തമായിട്ടുള്ളൊരു ഹർത്താലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെ പ്രദേശത്തുള്ളവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, റോഡ് ഉപരോധിച്ചുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു സമരമായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഫോർട്ട് കൊച്ചി സബ് കളക്ടർ അടക്കം ഇവിടെ എത്തി ഇവരുമായി സംസാരിച്ചുവെങ്കിൽ പോലും അതിപ്പോഴും ഇവർക്ക് ഉറപ്പായി കരുതുന്നില്ല. കാരണം എല്ലാ തവണയും ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി ഉണ്ടാകുമ്പോൾ ഇവർക്ക് വാക്ക് കൊടുത്ത് പോകുന്നതല്ലാതെ പിന്നീടും ഇവരെ മറക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്ത വാക്കുകൾ മറക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഈ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ. ചേട്ടാ, 12 മണിക്ക് കളക്ടറുമായിട്ടുള്ള ഒരു ചർച്ച തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ന് ചേരുന്ന ഈ ഒരു യോഗത്തിൽ ഒരു അനുകൂലമായിട്ടൊരു നിലപാട് എടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അനുകൂലമായിട്ട്, കാരണം ഇത്രയും 20 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്. ഞങ്ങൾക്ക് സീവാളും തീരദേശ റോഡും വേണമെന്ന്. ഇതുവരെ അതൊരു മൈൻഡ് ചെയ്തിട്ടില്ല. ഇത്രയും ശക്തമായിട്ടൊരു സമരം ഞങ്ങൾ ഇതിക്ക് മുമ്പ് എടുത്തിട്ടില്ല. അപ്പോൾ പല മീറ്റിങ്ങുകളും ഉണ്ടായെങ്കിലും അത് അലസിപ്പോയെങ്കിലും ഇന്നൊരു നല്ലൊരു തീരുമാനം വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം MLA ഉണ്ണികൃഷ്ണൻ സാറും മന്ത്രിയും കൂടിയും കളക്ടറും കൂടിയുള്ള ഒരു മീറ്റിംഗ് ആയതിന്റെ പേരിൽ ഞങ്ങൾക്ക് അനുകൂലമായിട്ട്, കാരണം ഞങ്ങൾ കഷ്ടപ്പാട് മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു തീരുമാനമെടുക്കും. ചെല്ലാനം മോഡലുള്ള ടെട്രോപ്പാഡ് ഉള്ള ഒരു സീവാളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തു തരുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞങ്ങൾക്കിന്ന്. അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് ഉച്ചവരെ ആ മീറ്റിംഗ് തീരുന്നവരെ മാത്രം സമരം നടത്താമെന്നുള്ള തീരുമാനത്തിലാണ്. കാരണം അതിനുശേഷം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തീരുമാനം ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതാണ് ഞങ്ങൾ ആശ്വസിപ്പിക്കുന്ന ഒരു വിഷയം. കാരണം 20 വർഷമായിട്ട് ഞങ്ങൾ അനുഭവിക്കുന്ന, കാരണം എടവനക്കാടിന്റെ എറണാകുളത്ത് നിന്ന് എടവനക്കാട് തീരദേശം വരെ ബസ് റൂട്ട് ഉണ്ടായതാണ്. അതിപ്പോ ഈ 15 വർഷമായിട്ട് അതില്ല. ഓക്കി വന്നതിന് ശേഷം മണൽ വന്ന് മൂടിക്കിടക്കുന്ന റോഡ് 2 മീറ്റർ താഴെയാണ്, മണലിന്റെ 2 മീറ്റർ താഴെയാണ് റോഡ് നിൽക്കുന്നത്. നിലവിൽ ഞങ്ങൾ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ആരെങ്കിലും മരണപ്പെട്ടു വന്നാലും മഞ്ചലിലാണ് ഞങ്ങൾ എടുത്തുകൊണ്ട് വരുന്നത്. ആദിമ മനുഷ്യൻ ഉണ്ടായ സമയത്ത് ചെയ്തിരുന്ന അതേ ഇത് തന്നെയാണ്. ഞങ്ങൾ വോട്ട് ചെയ്യണം മിഷൻ മാത്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെ പറയാം. എടവനക്കാട് തീരദേശത്തിന്റെ 9-ാം വാർഡും 13-ാം വാർഡും 1-ാം വാർഡും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്.
കാരണം ജനങ്ങള് ഈ വാടക കൊടുത്ത് മാറാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ജനങ്ങളാണ്. അന്നന്ന് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങള്. എന്നിട്ട് പോലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി ആണ് ആൾക്കാർ ജീവിക്കുന്നത്. കാരണം ഗർഭിണികളെയൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. വഴിയില്ല, ശരിക്കും ഞങ്ങൾക്ക് വഴിയില്ല, സീവാളില്ല. സീവാള് ടെട്രോപ്പാട് വെച്ച് സീവാള് ചെല്ലാനം മോഡലിൽ പണിതാൽ മാത്രമേ റോഡ് നിലനിൽക്കുള്ളൂ. കാരണം വാട്ടർ ലെവലിനെക്കാട്ടിയും താഴെ നിൽക്കുന്നതാണ് നിലവിലുള്ള സീവാള്. അത് ഒരു മാസം കഴിയുമ്പോൾ അത് മണ്ണ് വന്ന് മൂടിപ്പോവും. അപ്പൊ പിന്നെ സീവാൾ ഉണ്ടാവില്ല. ഏതെങ്കിലും തരത്തില് കടലിൽ എന്തെങ്കിലും പ്രതിഭാസത്തിന് വ്യത്യാസം വന്നാൽ ആ സെക്കൻഡിൽ തന്നെ കടല് കരയിലേക്ക് ഇരച്ചു കയറുന്നൊരു ഇതാണ് നിൽക്കുന്നത് ഇപ്പോൾ. എൽദോ, ഇത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യവും. ഈ കടൽ ഭിത്തി നിർമ്മാണം അല്ലെങ്കിൽ ടെട്രോപോഡ് നിർമ്മാണം. ഈ കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഇവരുടെ വീടുകളിലേക്ക് തിരമാല അടിച്ചു കയറുന്നു. ഇവർക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, അത് ഒഴിവാക്കണം. അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇന്ന് ചേരുന്ന യോഗത്തിൽ ഇവർ വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടായാൽ ഈ സമരം പിൻവലിക്കുവാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. എൽദോ, റൈറ്റ്. അവിടെ കൊച്ചിയിൽ എടവനക്കാട് നിന്നാണ് നാം വിവരങ്ങൾ നൽകിയത്. അവിടെ ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഈ വലിയ ആവശ്യമാണ്, നാളുകളായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ മഴക്കാലം എത്തുമ്പോൾ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴൊക്കെ ഈ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ ചെല്ലാനം മോഡൽ ഒരു പരിഹാരം ഏവരും ആഗ്രഹിക്കുന്നു. അവിടെ സ്വാഭാവികമാണ് താനും. എന്താണെങ്കിലും മഴ അത് സംസ്ഥാനത്ത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ഈ കടൽക്ഷോഭം അത് പലയിടത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോഴിക്കോട് കാപ്പാട് തീരദേശപാത കടലാക്രമണത്തിൽ എടുത്തുപോയി എന്നുള്ളതാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് പുതുക്കി പണിത ഭാഗമാണ് വീണ്ടും കടലെടുത്തത്. കടലാക്രമണം തടയുന്നതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് പുലിമുട്ട് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 2 ദിവസമായി തുടരുന്ന രൂക്ഷമായ കടലാക്രമണത്തിലാണ് കൊയിലാണ്ടി കാപ്പാട് തീരദേശപാത തകർന്നത്. വഴിയുടെ 3 ഭാഗങ്ങളിലായി വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ സംരക്ഷണത്തിനായി തൂവപ്പാറയിൽ നിർമ്മിച്ച കടൽഭിത്തികളുടെ അടിഭാഗം പൂർണ്ണമായി കടലെടുത്തു. മഴ കനത്താൽ റോഡ് പൂർണ്ണമായി ഒലിച്ചുപോകുന്ന നിലയാണ്. കാപ്പാട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും കൊയിലാണ്ടി ഹാർബറിലേക്കുമുള്ള പ്രധാന പാതയാണ് തകർന്നത്. അപകടാവസ്ഥയെ തുടർന്ന് വാഹന ഗതാഗതം തടഞ്ഞിരിക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളടക്കം വലിയ യാത്രാ ദുരിതമാണ് നേരിടുന്നത്. 6 മാസം പോലെ ബ്ലോക്ക് ഇതേമാതിരി ഇപ്പം യാത്ര മണിക്ക് കിടക്കല്ലേ. അന്നേരം പക്ഷേ കോറി വേസ്റ്റ് ഇട്ട പ്രക്ഷോഭമൊക്കെ ആയിട്ട് കോറി വേസ്റ്റ് ഇട്ടു. അന്നേരം പറഞ്ഞു ഇത് അടുത്ത പുതിയ റോഡ് വരുന്ന പറഞ്ഞു. പുതിയ റോഡ് ഇപ്പോൾ വരുന്ന നാളെ വരുമോ ഇല്ലല്ലോ. അതാ പറയാം. അതിപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ പറയാം 9 ലക്ഷം റുപ്യ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഇത് ചെയ്യാൻ താൽക്കാലികമായിട്ട് ഇങ്ങനെ അടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ അവരോട് നിങ്ങൾ ഈ പടിഞ്ഞാറ് ബ്ലോക്ക് ചെയ്യാതെ ഇങ്ങനെ കോറി വേസ്റ്റ് മാത്രം ഇട്ടുകൊണ്ട് അടുത്ത ജൂൺ ജൂലൈ വരുമ്പോൾ കടലെടുക്കൂലേ എന്ന് അതാ പറഞ്ഞാൽ. അത് താൽക്കാലികമാണ്, പുതിയ റോഡ് വരുന്ന പറഞ്ഞത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് തകർന്നതോടെ പുറംലോകവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ് നാട്ടുകാർ. കുട്ടികളെ സ്കൂളിലയക്കാനും ആശുപത്രിയിൽ പോകാനുമൊക്കെ ചുറ്റിക്കറങ്ങണം. കൊയിലാണ്ടി ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് വരുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും ഇതിലെയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബറിൽ പോകണമെങ്കിൽ 3 മണിക്ക് എണീറ്റിട്ട് ഇവർ പോകണം. ഒരു വണ്ടിക്ക് പോകാൻ ഇവർക്ക് സാധിക്കണം. അതിനിപ്പം സാധിക്കുന്നില്ല. ഇപ്പം പോകണമെങ്കിൽ ചുറ്റി വളഞ്ഞ് ഹൈവേ കൂടി പോയിട്ട് അവിടെ ബ്ലോക്ക് പിടിക്കും. കടലിൽ ചെല്ലുമ്പോഴേക്കും അവിടെ മത്സ്യം ഉണ്ടാവില്ല. ഒരു കൂട്ടർക്ക് മത്സ്യം കിട്ടും, ഒരു കൂട്ടർക്ക് കിട്ടൂല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയാണ് ഇവിടെ വരുന്നത്. കടലാക്രമണത്തിൽ റോഡുകൾ തകരുന്നത് ഇവിടെ പതിവാണ്. 3 മാസം മുമ്പ് ഇതേ ഭാഗം ലക്ഷങ്ങൾ മുടക്കി അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. ഇവിടമാണ് വീണ്ടും തകർന്നിരിക്കുന്നത്. പുലിമുട്ട് നിർമ്മിച്ചാൽ മാത്രമേ റോഡിനെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ എന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ തവണ റോഡ് തകർന്നപ്പോൾ മരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം സ്ഥലത്തെത്തി ഉറപ്പ് നൽകിയിട്ടും പാലിക്കപ്പെട്ടില്ല. ന്യൂസ് 18 കോഴിക്കോട്. പലയിടത്തും ഈ കടലാക്രമണം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇനി ഡൽഹി കനത്ത മഴയാണ്. ഡൽഹിയിലെ ആ കനത്ത മഴയിൽ ഡൽഹി മുങ്ങി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വലിയ ദുരിതം. രാത്രി മുതൽ മഴ പെയ്തതോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം വീണ് 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും ചില ഭാഗങ്ങളിലും മഴ പെയ്യുന്നുണ്ട്. രാകേഷ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചെയ്തു. രാകേഷ്, വലിയ മഴയാണോ ഡൽഹിയിൽ? ഉത്തരേന്ത്യയിൽ വ്യാപകമായി മഴയുടെ സാഹചര്യമുണ്ടോ ഇപ്പോൾ? എൽദോ, കനത്ത ചൂടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ മഴ പെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നതാണ് ഡൽഹിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വെള്ളക്കെട്ടിന് കാരണം ഡൽഹി നഗരം രൂപീകൃതമായി തന്നെ ഇരിക്കുന്ന മഴയെ ചെറുക്കാനുള്ള ഒരു സംവിധാനം ഡൽഹിയിലില്ല. കാരണം സാധാരണഗതിയിൽ ഡൽഹിയിൽ കാര്യമായ മഴ പെയ്യാറില്ല. പക്ഷേ
കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ 2 വർഷം എടുക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ പലപ്പോഴും ഡൽഹിയിൽ മഴ പെയ്യുകയും ഒപ്പം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യാറുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നതുകൊണ്ട് തന്നെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ ഒരു കാറ് മുങ്ങിക്കിടക്കുന്നത് കാണാം. അത് ഡൽഹി നഗരത്തിന്റെ ഹൃദയഭാഗമാണ്. കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡിലാണ്, അതായത് ഓൾഡ് ഡൽഹിയിലേക്ക് പോകുന്ന ഭാഗത്താണ് ആ ദൃശ്യങ്ങൾ കാണുന്നത്. അങ്ങനെ പല ഭാഗങ്ങളിലും സമാനമായ രീതിയിൽ വെള്ളം കയറിയിരിക്കുന്നു. മോത്തി ബാഗ് മെട്രോ സ്റ്റേഷൻ താഴെ പൂർണ്ണമായും വെള്ളം കയറിയ നിലയിലാണ്. ഇതിന് പുറമെ ഗോവിന്ദ്പുരിയിലടക്കം വെള്ളം കയറിയ രൂപപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതോടുകൂടി നഗരത്തിൽ ഗതാഗത സ്തംഭനവും രൂക്ഷമാണ്. പ്രത്യേകിച്ച് ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് വലിയ സമയമെടുക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. വെള്ളക്കെട്ട് മഴ സമാനമായ രീതിയിൽ തുടരുകയാണെങ്കിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാവുകയും ചെയ്യും. ഏതായാലും അടിയന്തര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ശക്തമായ കാറ്റും ഡൽഹിയിൽ വീശുന്നുണ്ട്. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗമാണ് തകർന്നു വീണത്. ഇതേ തുടർന്ന് 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഒരു ബീമും തകർന്നു വീണു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം വലിയ രീതിയിലുള്ള കാറ്റ്, ശക്തമായ കാറ്റ് പ്രദേശത്ത് വീശുകയും ചെയ്യുന്നുണ്ട്. ഇതോടുകൂടിയാണ് കാറിന് മുകളിലേക്ക് ഈ ഒരു റൂഫിന്റെ ഒരു ഭാഗം അടർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ പല മേഖലകളിലും തുടരുകയാണ്. എൽദോ, നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ്. വലിയൊരു മേൽക്കൂര വീണാണ് അത്തരത്തിൽ അപകടമുണ്ടായത് ടെർമിനൽ 1-ൽ. രാകേഷ്, ഈ പരിക്കേറ്റവരുടെ സാഹചര്യം എന്താണ്? അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പങ്കുവെക്കുക. എന്തോ പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചുണ്ടാകുമ്പോൾ സ്വാഭാവികമായും വലിയ തിരക്കേറിയ സമയത്താണ് ഈ അപകടമുണ്ടായത്. പക്ഷേ 6 പേർക്കാണ് പരിക്കേറ്റത്. ആദ്യം അത് 3 പേർക്കെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 6 പേർക്ക് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ ദൃശ്യങ്ങൾക്ക് ഭയങ്കര ഭീകര ദൃശ്യങ്ങളാണ്. ഒരു കാറിന് മുകളിലേക്ക് ഈ റൂഫ് പൂർണ്ണമായും പതിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്ന് ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഏതായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇന്നും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റ് വരും മണിക്കൂറുകളിലും വീശാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മഴയും അടുത്ത 2 മണിക്കൂർ കൂടി മഴ പെയ്യുമെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ ഏതായാലും വന്നിട്ടുണ്ട്. എൽദോ, ഡൽഹിയിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ദൃശ്യം ആ എയർപോർട്ടിൽ നിന്നുള്ളതാണ്. എയർപോർട്ടിലെ ടെർമിനൽ 1-ൽ ഭീമൻ മേൽക്കൂര, അത് 2 കാറുകളാണ് തകർന്നു കിടക്കുന്നത്. കാറിന് മുകളിലേക്കാണ് അത് പതിച്ചത്. ഒരു കാർ പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ഡൽഹിയിൽ ഇത്രയും നാൾ വലിയ ചൂടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പെരുമഴ പെയ്ത് വെള്ളക്കെട്ടുണ്ടായ സാഹചര്യം. രാകേഷാണ് വിവരം നൽകിയത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ വ്യക്തി അധിക്ഷേപങ്ങളും അതിലേക്കെത്താം. മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി മുന്നംഗം മനു തോമസിന്റെ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. P ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കും ബന്ധുക്കൾക്കും ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം ചർച്ച ചെയ്യണമെന്ന ആവശ്യം സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സണ്ണി ജോസഫ് MLA നോട്ടീസ് നൽകും. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ വ്യക്തി അധിക്ഷേപങ്ങളും കാഫിർ പരാമർശവും ഇന്ന് നിയമസഭയിൽ ചർച്ചയാകും. വി അരുൺ ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇൽദോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റൂൾ 50 അനുസരിച്ച് ഇന്ന് നോട്ടീസ് നൽകേണ്ട ധാരണയായിരുന്നു പ്രതിപക്ഷത്ത് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് നോട്ടീസ് പറയുന്നത്. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ അടക്കമുള്ള ഉന്നത CPM നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമെതിരെ സ്വർണ്ണക്കടത്ത്, സ്വർണ്ണം പൊട്ടിക്കൽ, ക്രിമിനൽ സംഘങ്ങളുമായുള്ള ബന്ധം മുൻ DYFI നേതാവ് വെളിപ്പെടുത്തിയ ഗുരുതര സാഹചര്യം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതായത് CPM-നെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുകൊടുക്കുന്ന ചില ആരോപണങ്ങളാണ്, വെളിപ്പെടുത്തലുകളാണ് CPM-ന്റെ കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം DYFI-യുടെ മുൻ നേതാവ് മനു തോമസ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടത്തുന്നത്. P ജയരാജന്റെ CPM സംസ്ഥാന സമിതി അംഗം കണ്ണൂരിലെ ഏറ്റവും പ്രബലനായ നേതാക്കളുടെ ഒരാളായ P ജയരാജന്റെ മകന് അടക്കം സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന ആരോപണമാണ് മനു തോമസ് ഉന്നയിച്ചത്. CPM നേതൃത്വത്തെ വലിയ പ്രതിസന്ധിയിലാക്കിയ ആരോപണം. ഇന്നലെ ഈ P ജയരാജന്റെ മകൻ ജെയിൻ ഈ ആരോപണം നിഷേധിക്കുകയും മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ നേരത്തെ തന്നെ ഇത്തരം സംഘങ്ങളുമായി ജില്ലയിലെ CPM നേതൃത്വത്തിന് വലിയ ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നു വന്നതാണ്. പാർട്ടി സമ്മേളനങ്ങളിൽ പോലും അത്തരം ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമായി തന്നെ ഉയർന്നതാണ്. അതാണ് ഇപ്പോൾ CPM നിന്ന് പുറത്തുപോയ ഒരു പ്രധാനപ്പെട്ട യുവ നേതാവ് ആരോപണമായി ഉന്നയിക്കുന്നത്. CPM-നെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന
ആരോപണമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയേറ്റ് മുഖം രക്ഷിക്കാൻ തെറ്റുതിരുത്താൻ പാടുപെടുന്ന CPM-നെ ഒരു പ്രഹരം കൂടി ഏൽപ്പിക്കുകയാണ് മനു തോമസ്. ആ വിഷയം പ്രതിപക്ഷവും ഏറ്റെടുക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സഭയിൽ ഈ വിഷയം പ്രതിപക്ഷം കൊണ്ടുവരും. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിനും സാധ്യതയുണ്ട്. CPM നേതാക്കളുടെ ഈ ബന്ധമാണ് പ്രതിപക്ഷം ചർച്ച ചെയ്യാൻ പോകുന്നത്. TP വധക്കേസുമായി ബന്ധപ്പെട്ടുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്ന ഉറപ്പാണ്. കാരണം TP വധക്കേസിലെ പ്രതികൾക്കും ഇത്തരത്തിൽ ഈ സ്വർണം പൊട്ടിക്കൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ബന്ധമുണ്ട്. അതിന് പ്രധാന പ്രതികൾ ഉൾപ്പെടെ സ്വർണ്ണക്കടത്ത് കേസിൽ നേരത്തെ പോലീസിന്റെ അന്വേഷണ വലയിൽ ആയതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതികൾക്ക് CPI നേതാക്കളുമായുള്ള, പ്രത്യേകിച്ച് P ജയരാജനെ പോലുള്ള നേതാക്കളുമായുള്ള ബന്ധം വളരെ ചർച്ച നേരത്തെ ആയിട്ടുള്ളതാണ്. ആ വിഷയം പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കും. അതിശക്തമായ വിമർശനം സർക്കാരിനും CPI-നുമെതിരെ ഉയർത്താനാണ് പ്രതിപക്ഷ നീക്കം. പേരാവൂർ MLA സണ്ണി ജോസഫാണ് ഈ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകുന്നത്. മനു തോമസിന്റെ ആരോപണം അത് നിയമസഭയിൽ ഇന്ന് വെളിപ്പെടുത്തൽ സഭയിൽ വരുമെന്നുള്ളതാണ്. തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വരുമ്പോൾ കൂടുതൽ ആയുധങ്ങൾ പ്രതിപക്ഷത്തിന് ലഭിക്കുക എന്നുള്ളതാണല്ലോ അരുണിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. CPM-ന് ഒന്നൊന്നായി നേരിടേണ്ടി വരുന്നത് കടുത്ത വെല്ലുവിളികളാണ് ഈ സഭാ സമ്മേളനത്തിൽ ഉടനീളം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കും തീരുമാനം. മുഖ്യമന്ത്രിയൊക്കെ നേരിട്ട് അതിനൊക്കെ ഒരു മറുപടി പറയുമെന്നൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉണ്ടാകില്ല. അദ്ദേഹം പോയിട്ടുണ്ട്. ഈ വിഷയം പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറാകുമോ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം TP കേസിൽ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് എന്ന നോട്ടീസ് അത് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് സ്പീക്കർ തന്നെ തള്ളിയിരുന്നു. അക്കാര്യത്തിൽ സ്പീക്കർക്കെതിരെ സർക്കാരിന്റെ ഭാഗം സ്പീക്കർ പറഞ്ഞു. എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വിവരങ്ങൾ സ്പീക്കർക്ക് പറയാനാകുക എന്ന വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. തുടർന്ന് സ്പീക്കർ തന്നെ വിശദീകരണക്കുറിപ്പും ഇറക്കിയിരുന്നു. ഓരോ കാര്യം നോട്ടീസ് വരുമ്പോഴും തനിക്ക് ഉത്തമ ബോധ്യമുള്ള, അത് മാധ്യമങ്ങളുടെ വാർത്തയാകാം, മറ്റു വിവരങ്ങളാകാം, അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് പരിഗണിക്കുമോ വേണ്ടയോ എന്ന തീരുമാനമെടുക്കുന്ന വിശദീകരണമായി സ്പീക്കർ രംഗത്ത് വന്നിരുന്നു. ഈ വിഷയത്തിൽ സ്പീക്കർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയൊന്നും സഭയിലില്ലാത്ത ദിവസമാണ് ഇത്തരത്തിലൊരു ആരോപണം. അത് ഒരു സാമൂഹ്യ മാധ്യമ കുറിപ്പിലൂടെയും മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളിലൂടെയൊക്കെയാണ് മനു തോമസ് നടത്തിയത്. അത് എത്രത്തോളം സഭയിൽ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയമെന്ന് സ്പീക്കർ വിലയിരുത്തുമെന്നാണ് അറിയേണ്ടത്. ഏതായാലും തുടർച്ചയായ ദിവസങ്ങളിൽ സഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. അത് TP വധക്കേസിൽ പ്രതികൾക്ക് ശിക്ഷാളവ് നൽകിയ വിഷയത്തിലാണ് പ്രതിപക്ഷം നേരത്തെ സഭ ബഹിഷ്കരിച്ചത്. ഇന്നലെയും ആ വിഷയത്തിൽ പ്രതിപക്ഷ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സർക്കാരിനെ മുൾമുന്നിൽ നിർത്തുന്ന ആക്രമണമാണ് ആ വിഷയത്തിൽ പ്രതിപക്ഷം സഭയിൽ ഉയർത്തുന്നത്. ഇപ്പോൾ ഒരു വിഷയം കൂടി പ്രതിപക്ഷം കിട്ടിയിരിക്കുന്നു. ഇന്ന് ഉച്ചവരെയാണ് സഭ ചേരുന്ന, വെള്ളിയാഴ്ചയാണ്. പക്ഷേ രാവിലെ തന്നെ സഭാതലം ശബ്ദമുഖരിതമാകാൻ, സഭാതലത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയരാൻ തന്നെയാണ് സാധ്യത. മറ്റൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിന് ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ അവസരമുണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകരയിൽ ഉയർന്ന വ്യക്തിപരമായ അധിക്ഷേപങ്ങളും കാഫിർ പരാമർശവും ഒക്കെയാണ്. രണ്ട് ചോദ്യങ്ങൾ നേരിട്ട് സ്റ്റാർഡ് ചോദ്യങ്ങൾ തന്നെ സഭയിൽ നിന്ന് വരുന്നുണ്ട്. ഫ്ലോറിൽ മറുപടി പറയേണ്ട ചോദ്യങ്ങൾ തന്നെ വരുന്നുണ്ട്. അതും പ്രതിപക്ഷം സർക്കാരിനൊരു ആയുധമാക്കും. അവിടെ സർക്കാരിനും ഭരണപക്ഷത്തിനും അത്തരം ആ കാര്യങ്ങളിൽ നിലപാട് പറയാനുണ്ടാകും. നേരത്തെ KK ശൈലജയെ അടക്കം വ്യക്തിപരമായി അധിക്ഷേപിച്ചു, അശ്ലീല വീഡിയോ നിർമ്മിച്ചു എന്ന പരാതി തെരഞ്ഞെടുപ്പ് കാലത്ത് CPM ഉന്നയിച്ചതാണ്. അതിൽ തിരിച്ചടി ഭരണപക്ഷത്തിനും അവസരമുണ്ട്. സ്വാഭാവികമായും ചോദ്യത്തിന് വേണ്ട മുതൽ തന്നെ ഇന്ന് സഭയിൽ കുറച്ച് സംഘർഷാത്മകമായ അന്തരീക്ഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനൊപ്പമാണ് ഈ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമായ റൂൾ 50 ഈ P ജയരാജൻ അടക്കമുള്ള CPI നേതാക്കൾക്കെതിരെ ഉയർന്ന ആരോപണം കൂടി പ്രതിപക്ഷം കൊണ്ടുവരുന്നത്. റൈറ്റ്, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ MS അനീഷ് കുമാറിലേക്ക് കൂടി പോവുകയാണ്. അനീഷ്, ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ അത് വലിയ ചർച്ചയായിരുന്നു. ഫേസ്ബുക്കിലൂടെയുള്ള അത് പോരാട്ടം തുടരുകയാണ്. പാർട്ടിയിൽ ഇപ്പം ഇല്ലെങ്കിൽ പോലും അതിൽ കടുത്ത ആരോപണങ്ങൾ ഓരോ ദിവസവും മനു തോമസിന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇന്നലെ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ജയരാജന്റെ മകൻ ജയൻരാജും അതിൽ മനു തോമസിന്റെ ആരോപണങ്ങളെ നിയമപരമായി നേരിടുമെന്നുള്ള പ്രതികരണവുമായാണ് എത്തിയത്. ഇന്നും കൂടുതൽ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ? എന്താണ് അവിടെ ഒരു സാഹചര്യം? തീർച്ചയായും ഈ CPM നേതാവ് P ജയരാജനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഇന്നലെ പാർട്ടിയിൽ നിന്നും പുറത്തായ മനു തോമസ് എത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരം പരസ്പരമുള്ള ഈ വീഴ്ചകൾ നടക്കുന്നത് എന്നതും
ശ്രദ്ധേയമാണ്. ഈ പി ജയരാജന്റെ മകൻ ജയിന് ഈ സ്വർണ്ണ പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള രീതിയിലുള്ള പ്രചരണമാണ് ഒടുവിൽ എത്തിയത്. ഇക്കാര്യത്തിൽ എന്നാൽ ഇത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് പി ജയരാജന്റെ മകൻ രംഗത്തെത്തുകയും നിയമപരമായ നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുമെന്ന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഒപ്പം ടി പി ചന്ദ്രശേഖരൻ വധവും ഷുഹൈബിന്റെ വധവും ഒന്നും വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു എന്ന വിമർശനവും പോസ്റ്റിൽ ഇന്നലെ മനു തോമസ് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിനൊക്കെ മറുപടി നൽകിയത് ആകാശ് തില്ലങ്കരിയെ പോലുള്ള ആളുകളാണ് എന്നതാണ് കൂടുതൽ ചൊടിപ്പിക്കുന്ന രീതിയിൽ മനു തോമസിന്റെ പ്രതികരണങ്ങളെ മാറ്റിയിരിക്കുന്നത്. ഈ കൃത്യമായ ഒരു നിലപാട് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാൻ CPM നിർബന്ധിതരാകുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആകാശ് തില്ലങ്കരിയുടെയൊക്കെ ഭാഷയിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് തന്നെയാണ് മനു തോമസ് പറയുകയും ചെയ്യുന്നത്. എന്തായാലും മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ പുറത്തെത്തിയതിന് പിന്നാലെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടത്തണം എന്ന ആവശ്യം ഈ കോൺഗ്രസ് അടക്കമുള്ളവർ ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ രംഗത്തെത്തി വരികയും ചെയ്തിരിക്കുന്നു. എന്തായാലും എന്തും വിളിച്ചു പറയാൻ പറ്റില്ലെന്ന് ബോധ്യപ്പെടുത്താൻ അധിക സമയം വേണ്ട. കൂടെയുള്ളവർക്കും സംരക്ഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നതായിരുന്നു ഇന്നലെ ആകാശ് തില്ലങ്കേരി ഇട്ട പോസ്റ്റ്. എന്തായാലും ഇതോടുകൂടിയാണ് കൂടുതൽ പ്രകോപനം ഇതുമായി ബന്ധപ്പെട്ട് മനു തോമസ് ഉണ്ടാവുകയും ഈ സ്വർണ്ണപ്പൊട്ടിക്കൽ അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങളുള്ളവരാണ് CPM നേതാക്കൾ അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്ന ഗുരുതരമായ ആരോപണവുമായി മുന്നോട്ട് പോകാൻ മനു തോമസിനെ പ്രേരിപ്പിക്കുകയും ചെയ്ത്. ഒപ്പം ഈ ഷുഹൈബ് വധവും ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് CPM നേതാക്കളെ പ്രത്യേകിച്ചും പി ജയരാജനെയൊക്കെ അടക്കം ഈ കേസുകളിൽ പ്രതി ചേർക്കണമെന്ന ആവശ്യവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നേരത്തെ പി ജയരാജനെതിരെ തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ മനു തോമസ് മുന്നോട്ട് വെച്ചിരുന്നു. പാർട്ടിയെ പൊതുജന മധ്യത്തിൽ കുത്തിവലിക്കാൻ അവസരമൊരുക്കിയത് പി ജയരാജനാണ് എന്നാണ് മനു തോമസ് പറഞ്ഞത്. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്ത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സൃഷ്ടിച്ചു, പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി രംഗത്തെത്തിയത് ആദ്യം പി ജയരാജനായിരുന്നു. എന്നാൽ പിന്നീട് ഇപ്പോൾ ആകാശ് തില്ലങ്കേരിയും മകൻ ജയിനുമൊക്കെ ഈ മറുപടി പറയുന്നു എന്നതാണ് ശ്രദ്ധേയം. എന്തായാലും ഇന്നും കൂടുതൽ തുടർ ചലനങ്ങൾ അല്ലെങ്കിൽ തുടർ വാർത്തകൾ അല്ലെങ്കിൽ തുടർ വാക്കുകൾ ഒക്കെ ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. അതെ, അതിന്റെ അന്വേഷണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കേണ്ടത്. MS അനീഷ് കുമാറാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഇനി മോർണിംഗ് വൈബ്സ് അത് VV അരുൺ തന്നെ വിവരങ്ങൾ പങ്കുവയ്ക്കും. കളിയിക്കാവള കൊലപാതകത്തിൽ ഒരാൾക്ക് കൂടി പങ്കുണ്ടെന്ന് പോലീസ്. തിരുവനന്തപുരം നേമം സ്വദേശി പ്രേമചന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത്. പ്രധാന പ്രതി അമ്പിളി, ഗൂഢാലോചനയിൽ പങ്കെടുത്ത സുനിൽ എന്നിവർക്ക് പുറമെ കൊലപാതകം ആസൂത്രണം ചെയ്തതിൽ പ്രേമചന്ദ്രനും പങ്കുണ്ട് എന്നാണ് പോലീസ് കരുതുന്നത്. അരുൺ, ഈ സുനിലിന്റെയും അമ്പിളിയുടെയും പങ്ക് ഇന്നലെ ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഈ പുതിയൊരാളുടെ പേര് കൂടി, അത് ഈ പ്രേമചന്ദ്രൻ, ഇയാളുടെ പേര് കൂടി വന്നത് എങ്ങനെയാണ്? ഈ അമ്പിളിയെ ചോദ്യം ചെയ്തതിലൂടെയാണോ? എന്താണ് ഈ ഗൂഢാലോചനയിൽ എങ്ങനെ പങ്കെടുത്തു എന്നാണ് പോലീസ് പറയുന്നത്? പ്രേമേന്ദ്രന്റെ പങ്ക് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ പോലീസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് കൃത്യമായി പോലീസ് അതിന് വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും അമ്പിളിയെ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഈ ഫോൺ വേകൾ പരിശോധിച്ചതിൽ നിന്നുമാണ് ഇത്തരമൊരു പേരിലേക്ക് കൂടി പോലീസ് എത്തുന്നത്. നമുക്കറിയാം, അതിക്രൂരമായ കൊലപാതകമായിരുന്നു. അതിലേക്കുള്ള തെളിവുകളാണ് പോലീസ് ഇപ്പോൾ ശേഖരിക്കുന്നത്. ഇന്നലെ നേമം സ്വദേശി ചൂടാറ്റുകോട്ട അമ്പിളി എന്ന തലസ്ഥാനത്ത് ഏറ്റവും കുപ്രസിദ്ധനായ ഗുണ്ടാ തലവന്മാരിൽ ഒരാളെയാണ് ഇതിൽ ആദ്യം പോലീസ് കസ്റ്റഡിയെടുത്തത്. അയാൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. 7.5 ലക്ഷം രൂപയോളം ഈ തട്ടിയെടുത്തതായും അയാൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തും. അമ്പിളി ഇന്നലെ പോലീസ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അയാളെ വീണ്ടും പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങാൻ കോടതിയിൽ അപേക്ഷ നൽകും. അതിനുശേഷമാകും തെളിവെടുപ്പും കൂടുതൽ ചോദ്യം ചെയ്യലും ഉണ്ടാവുക. കൂടുതൽ പ്രതികളുണ്ട്. അതിന് പ്രധാന കാരണം അമ്പിളി എന്ന ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇയാളെ കൊലപ്പെടുത്താൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നത്. കാരണം ഈ കൊല്ലപ്പെട്ട ആൾക്ക് അതിനനുസരിച്ചുള്ള ആരോഗ്യമുള്ള ആളാണ്, അതിനൊരു ശാരീരിക ശേഷിയുള്ള ആളാണ്. അയാളെ ഒറ്റയ്ക്ക് ക്ലോറോഫോം മണപ്പിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോഴും അത് പൂർണ്ണമായും പോലീസ് ആ രീതിയിൽ എടുത്തിട്ടില്ല. ഇവർ പറയുന്ന ഈ 10 ലക്ഷം രൂപയും ഇയാൾ കൊണ്ടുപോയ 10 ലക്ഷം രൂപയും അതിനപ്പുറത്തേക്ക് വണ്ടിയിൽ നിന്ന് ഇയാളെ അമ്പിളിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചത് 7 ലക്ഷം രൂപ മാത്രമാണോ, അതിനപ്പുറത്തേക്ക് വലിയ സാമ്പത്തിക ഇടപാടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് സംശയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോകുന്നത്. കൂടുതൽ പ്രതികളിലേക്ക് പോകാനുള്ള കാരണവും അതുതന്നെയാണ്. വലിയ സാമ്പത്തിക ഇടപാട് ഒന്നുകിൽ ഇതിന് പിന്നിലുണ്ടാകണം, അല്ലെങ്കിൽ വലിയ വ്യക്തിപരമായ ശത്രുത. 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഇത്തരം ക്രൂരമായ കൊലപാതകത്തിലേക്ക് പ്രതികൾ പോകുമോ എന്ന സംശയവും പോലീസിനുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ പറയുന്ന ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു
ഈ പ്രതികളെ കസ്റ്റഡി എടുത്ത് കുറച്ച് കൂടുതൽ പ്രതികൾ ഇതിലുണ്ടാകാം. അതിന്റെ ഭാഗമായാണ് ഒരു പേര് കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി, കളിക്കാളയിൽ ക്വാറി ഉടമയായിട്ടുള്ള ദീപുവിന്റെ കൊലപാതകം അത് കഴിഞ്ഞ ദിവസങ്ങളായി വലിയ ചർച്ചയാണ്. അതിൽ മറ്റൊരു പേര് കൂടി ആസൂത്രണത്തിൽ പങ്കുണ്ട് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നേമം സ്വദേശി പ്രേമചന്ദ്രൻ എന്നയാൾ കൂടി, അമ്പിളി, സുനിൽ എന്നിവരാണ് ഇന്നലെ വരെ പോലീസിന്റെ പിടിയിലുണ്ടായിരുന്നത്. അപ്പോൾ മറ്റൊരു പേര് കൂടി വരുന്നു. വിവരമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഞാൻ ഇനി പാർലമെന്റ് ഇന്ന് പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട്. കാരണം നീറ്റ് പരീക്ഷാ ക്രമക്കേട് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുമെന്നുള്ളതാണ് ഇന്നലെ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലുണ്ടായ തീരുമാനം. ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ER രാകേഷ് പങ്കുചേരും ഇടവേളയ്ക്ക് ശേഷം. ഒരു തരത്തിലും ഇവർക്ക് ശിക്ഷ ഇളവ് നൽകില്ല. ശിക്ഷ ഇളവിന് അർഹരായവരല്ല ഈ കേസിലെ പ്രതികൾ. ഹൈക്കോടതി വിധി കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് മന്ത്രി MP രാജ് അക്കാര്യം സമർത്ഥിച്ചത്. ഒരു കാരണവശാലും ഈ പ്രതികളെ സർക്കാർ വിട്ടയക്കില്ല. ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ കുടിലമായ രാഷ്ട്രീയ നീക്കമെന്ന് MP രാജ് വിശേഷിപ്പിച്ചത്. ഏതായാലും പ്രതിപക്ഷം സർക്കാർ നടപടി തൃപ്തരല്ല. ഇനിയും ഇത്തരം നീക്കം നടക്കുമെന്ന സംശയം അവർക്കുണ്ട്. അതാണ് പ്രശ്നം. കാരണം ഇത്രയധികം നീക്കങ്ങൾ നടത്തിയിട്ടും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് മുകളിലേക്ക് പോയിട്ടും, ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് മുകളിലേക്ക് പോകുന്നു, ഇളവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അറിയിക്കണം, ചില റിപ്പോർട്ടുകൾ തേടണമെന്ന രീതിയിൽ KK രമയെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, 4 ദിവസങ്ങൾക്ക് മുൻപ് KK രമയെ പോലീസ് മൊഴിയെടുക്കുന്നു. ഇന്നലെ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട് മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു. തിരുവനന്തപുരത്തുള്ളപ്പോഴാണത്. ഇത്ര അധികം നടപടികൾ മുന്നോട്ട് പോയിട്ടും വീണ്ടും പ്രതിപക്ഷത്തിൻ്റെ കുടില നീക്കം എന്ന വ്യാഖ്യാനത്തിൽ എന്തർത്ഥമെന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. മറ്റൊന്ന്, മുഖ്യമന്ത്രി തുടർച്ചയായ 2ാം ദിവസവും ഈ വിഷയം പരിഗണനയ്ക്ക് വന്നിട്ട് മുഖ്യമന്ത്രി സഭയിൽ ഉണ്ടാകുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ആളാണ് മുഖ്യമന്ത്രി. എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു, അല്ലെങ്കിൽ സഭയിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ചോദ്യത്തിനും സ്വാഭാവികമായും ഉത്തരം തരേണ്ടി വരും ഭരണപക്ഷം. തീർച്ചയായും പ്രതിപക്ഷം അക്കാര്യത്തിൽ ഇപ്പോൾ തന്നെ കടുത്ത വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി TP കേസിൽ ഉത്തരം പറയാൻ താല്പര്യമില്ലാതെ ഒളിച്ചോടുകയാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. KK രമയുടെ നോട്ടീസ് വരുമ്പോഴും ഉപക്ഷേപം വരുമ്പോഴും ആ രീതിയിൽ മുഖ്യമന്ത്രി മറുപടി പറയാതിരിക്കാൻ വേണ്ടിയാണ് സ്പീക്കർ പോലും, ഒരിക്കലും ഒരു സ്പീക്കർ സർക്കാരിന്റെ നിലപാടുകൾ പ്രഖ്യാപിക്കാനുള്ള ആളല്ല. ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയുള്ള വിഷയമാണ് അത്. അത്തരം നീക്കം നടന്നിട്ടില്ലെന്ന് പറയേണ്ടത് ആഭ്യന്തരമന്ത്രിയാണ്, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി ചുമതലപ്പെടുത്തിയ മറ്റേതെങ്കിലും മന്ത്രിമാരാണ്. അതിനു പകരം കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച സ്പീക്കർ തന്നെ അത്തരം നീക്കം നടത്താത്തതുകൊണ്ട് നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അവിടെയാണ് മുഖ്യമന്ത്രിക്ക് ഈ വിഷയം സംസാരിക്കാൻ, KK രമയുടെ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയേണ്ട, പ്രത്യേകിച്ചും TP കേസിൽ മറുപടി പറയേണ്ട ഒരു സാധ്യത ഒഴിവാക്കാനുള്ള നീക്കം നടത്തിയെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലം വെക്കുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പോകാൻ ഇരുന്നതാണെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്, കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് സഭയിലെത്താത്തതും ഈ കാരണങ്ങളാലെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സർക്കാരിന്റെ ഉദ്യോഗസ്ഥരെ മാത്രം പഴിചാരി ബലിയാടാക്കിയുള്ള നീക്കത്തെ പ്രതിപക്ഷം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. കാരണം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്രയധികം കോളിളക്കമുണ്ടാക്കിയ, ഇത്രയധികം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകത്തിലെ രാഷ്ട്രീയ ബന്ധം, CPM-ന് വലിയ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെട്ട ഒരു കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് നൽകാൻ, ഹൈക്കോടതി വിധി പോലും മറികടന്നുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് ശിക്ഷ ഇളവ് നൽകാൻ ഒരു ഉദ്യോഗസ്ഥരും ധൈര്യം കാട്ടുമെന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നതിന് അവിടെയാണ് CPM-ന്റെ നീക്കമെന്ന് ഈ ആരോപണം പ്രതിപക്ഷം ശക്തമാക്കാൻ കാരണം. 2018 സർക്കാർ ഉത്തരവിൽ രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് ഒരു കാരണവശാലും ശിക്ഷ ഇളവ് കൊടുക്കരുത് 14 വർഷമാകാതെ എന്ന് പറഞ്ഞിട്ട്, അത് 2022 ഉത്തരവിൽ അതങ്ങ് മാറ്റി. നിയമസഭ പാസാക്കിയ പ്രിസൺ ആക്ടിൽ മൊത്തം ശിക്ഷാകാല ഇളവിന്റെ 1/3 താഴെ പരോളും ശിക്ഷാ ഇളവും കൂടി ആകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയമസഭ പാസാക്കിയ ഒരു നിയമത്തെ ഒരു ഗവൺമെന്റ് ഉത്തരവിലൂടെ സർക്കാർ ഇല്ലാതാക്കി. അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല, ഗുരുതരമായ തെറ്റാണ്. അതിന് മറ്റ് നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെ ഈ 2022 മുതൽ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് കൊടുക്കാൻ നോക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അറിഞ്ഞാണ് ഇളവ് അനുവദിക്കാൻ തീരുമാനിച്ചതെന്നും സർക്കാരിന്റെ മുഖം രക്ഷിക്കാനാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തതെന്നും KK രമ ആരോപിച്ചു. അപ്പൊ ഇന്നലെ രാത്രിയാണ് അപ്രതീക്ഷിതമായി കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് 7:37 എനിക്കൊരു കോള് വരുന്നത്. ആ കോള് വന്നപ്പോ അദ്ദേഹം, പോലീസുകാരൻ, ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഞാൻ നിങ്ങളെ മൊഴി എടുക്കാനാണെന്ന് വിളിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് മൊഴി എടുത്തല്ലോ? അപ്പൊ അല്ല, അതിനകത്തൊരു പ്രതി കൂടിയുണ്ട്, മനോജ് എന്ന് പറയുന്ന ട്രൗസർ മനോജ്. അപ്പൊ നമ്മൾ അതുവരെ ട്രൗസർ മനോജ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ ശ്രദ്ധയിലില്ല. 3 പേരെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഈ ട്രൗസർ മനോജ് കൂടി ഉണ്ട് എന്ന് ലിസ്റ്റ് നോക്കുമ്പോൾ അതിനകത്ത് 7ാമത്തെ പ്രതിയായിട്ട് ട്രൗസർ മനോജ് ഉണ്ട്.
അപ്പൊ അതിന്റെ മൊഴി എങ്ങനെയാണ്, അത് പുറത്ത് വിട്ടാൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പൊ ഈ ട്രൗസർ മാനേജ് എന്ന് പറയുന്നത് ഈ TP കേസിലെ ഗൂഢാലോചന കേസിലെ ഒരു 3 പേര് വിചാരണ. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം. വിഷയം ഇരുസഭകളിലും ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിലെ ധാരണ. പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചാൽ മറുപടി പറയാമെന്ന നിലപാടിലാണ് ഭരണപക്ഷം. രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി പാർലമെന്റിന്റെ തുടക്കം മുതൽ തന്നെ പ്രശ്നങ്ങൾ, ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഇക്കുറി ഭരണപക്ഷം അത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേട് വലിയ തോതിൽ ചർച്ചയാവുന്നതാണ് രാജ്യത്തുടനീളം. വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു പലയിടത്തും. അത് ABVP ഉൾപ്പെടെ സർക്കാരിനെതിരെ രംഗത്തെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ നീറ്റ് ക്രമക്കേട് സഭയിൽ ഉന്നയിക്കുമ്പോൾ അത് എങ്ങനെ മറുപടി നൽകുമെന്നുള്ളതാണ്. രഞ്ജിത്ത്, സഭാ സമ്മേളനം ആരംഭിച്ച് ഇന്ന് 5ാം ദിനമാണ്. ഇതിൽ ആദ്യ 2 ദിവസം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയായിരുന്നു. 3ാം ദിനം സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്നലെ രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം ഉന്നയിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സത്യപ്രതിജ്ഞയ്ക്കിടയിലൊക്കെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നീറ്റ് എന്ന അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഇന്നലെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുമ്പോൾ ഈ വിഷയം പരാമർശിച്ചപ്പോഴും നീറ്റ് എന്ന അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. പക്ഷേ ഇന്ന് ഏതായാലും അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. 2 സഭകളിലും ഇത്തരത്തിൽ ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ നീറ്റ് വിഷയം പാർലമെന്റിൽ ഉന്നയിക്കണം, ഇരുസഭകളിലും ഉന്നയിക്കണമെന്ന ധാരണയിലെത്തിയിരുന്നു. ഏതായാലും രാഹുൽ ഗാന്ധി ആയിരിക്കും ഒരുപക്ഷെ ഈ വിഷയം ഉന്നയിക്കുക. മറ്റ് അംഗങ്ങളും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നുണ്ട്. സർക്കാർ പക്ഷേ ഈ വിഷയത്തിൽ തയ്യാറാണ്, മറുപടി പറയാൻ തയ്യാറാണെന്ന നിലപാടിലാണ്. പക്ഷേ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം സർക്കാർ അംഗീകരിച്ചേക്കില്ല. മറിച്ച് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ വിഷയം വരികയാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടി പറയും എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. കാരണം സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഉന്നതതല സമിതിയെ നിയോഗിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന എല്ലാ നടപടികളും വിശദീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ആവർത്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സഭ ഇന്ന് പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. എൽദോ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന ലോഹിതദാസ് ഓർമ്മയായിട്ട് ഇന്നേക്ക് 15 വർഷമായി. ലോഹിയുടെ ഓർമ്മകൾ ഇപ്പോഴും തളം കെട്ടി കിടക്കുന്നുണ്ട് പാലക്കാട് ലക്കിടിയിലെ അമരാവതി എന്ന വീട്ടിൽ. പ്രിയതമന്റെ ഓർമ്മകൾ ഓർക്കുന്ന വീട്ടിൽ സിന്ധു ഇപ്പോൾ തനിച്ചാണ്. ലോഹി എന്ന വൻകരയിൽ സിന്ധു ഇപ്പോഴും ശാന്തമായി ഒഴുകുന്നുണ്ട്. ആദ്യ നാടകത്തിൽ നിന്ന് പ്രിയതമയിലേക്ക് ലോഹിയെ വഴി നടത്തിയ സിന്ധുവിനിപ്പോൾ കൂട്ട് അമരാവതിയിലെ നിശബ്ദതയാണ്. വള്ളുവനാടിന്റെ മുഴുവൻ സൗന്ദര്യവും ആവാഹിച്ച ലക്കിടിയിലെ അമരാവതി വീട്ടിലിപ്പോൾ കഴിഞ്ഞ 15 വർഷമായി കഥകൾ ഉറക്കമാണ്. ലോഹിയുടെ സർഗാത്മകമായ ജീവിത പരിസരത്തിന് ചന്തം ചാർത്തിയ എത്രയോ കഥകൾ അഭ്രപാളിയെ അനശ്വരമാക്കിയതിന്റെ കാലത്തിലേക്ക് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സിന്ധു. കൈവിട്ടുപോകുന്ന മനസ്സിന്റെ കടിഞ്ഞാണഴിഞ്ഞ് പലപ്പോഴും കാതങ്ങൾ താണ്ടും, തനിയാവർത്തനത്തിലെ ബാലൻ മാഷെ പോലെ. ആദ്യ സമാഗമം തൊട്ടുള്ള പ്രണയസുരഭിലമായ ഭൂതകാലമാണ് സിന്ധുവിന്റെ മനസ്സിന്റെ വിഹ്വലതകൾ. പറമ്പിന്റെ തെക്കേ മൂലയിൽ ലോഹി നിശബ്ദമായി ഉറങ്ങുന്നുണ്ട്. പ്രിയതമന്റെ ഓർമ്മകളെ നിദ്ര കവരാതെ ചേർത്തുപിടിച്ച് സിന്ധു അമരാവതിയുടെ ഭൂമുഖത്തിരിക്കുന്നു. നമ്മൾക്ക് മോശമെന്ന് തോന്നുന്ന, വേണ്ട എന്ന് തോന്നുന്ന ഒരു 19 വയസ്സുകാരിയോടുള്ള സമീപനം, അത് വളരെ എന്താ പറയുക, വൃത്തിയും മഹത്വവും ഉള്ളതായിരുന്നു. അതുകൊണ്ടാണ് എന്നാ പിന്നെ അല്ല പോകലൊന്നുമല്ല, കല്യാണമൊക്കെ നടന്നു, കല്യാണ ഫോട്ടോ ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാശിയുള്ള ആളല്ല, ഒന്നിനും വാശി പിടിക്കില്ല, വീട്ടിൽ ആരോടും വഴക്കടിക്കില്ല. പക്ഷെ ഒന്നേ ഒന്ന് മാത്രം,
എന്താ പറയുക, വിവാഹം ഉണ്ടെങ്കിൽ ഇയാൾ മാത്രമേ കിട്ടൂ. അതെന്താ, കുട്ടിക്കാലത്ത് എനിക്കൊരു കലാകാരന്മാരോട് ഒരു ഇഷ്ടമായിരുന്നു. സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന ആദ്യ നാടകം മുതൽ തീക്ഷ്ണമായ ജീവിതാവസ്ഥകളായിരുന്നു ലോഹിയുടെ കഥക്കൂട്ടുകൾ. വികാര തീവ്രമായ ജീവിത യാഥാർത്ഥ്യങ്ങളോട് സമരസപ്പെടാനാവാത്ത മനുഷ്യരുടെ കനൽ വഴികളിലായിരുന്നു ലോഹി. സിന്ധുവും നിളയും പാടങ്ങളുമെല്ലാം കഥയിലും കഥാപാത്രങ്ങളിലും നിറഞ്ഞു നിന്ന കാലത്തിലേക്കുള്ള കലാകാരന്റെ അബദ്ധസഞ്ചാരം. പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ യാത്ര മുറിഞ്ഞുപോയി. തുന്നിച്ചേർക്കാനാവാത്ത പൂർവ്വജന്മ ബന്ധങ്ങളിൽ സിന്ധുവും നിളയും വള്ളുവനാടൻ പാടങ്ങളും ലോഹിയുടെ ഓർമ്മകൾക്കൊപ്പം ഇപ്പോഴും സഞ്ചരിക്കുന്നു. പറഞ്ഞതിനേക്കാൾ പറയാനേറെ ബാക്കി വെച്ചായിരുന്നു ആ അതുല്യ പ്രതിഭയുടെ മടക്കം. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, പാലക്കാട്. എന്തായാലും വലിയൊരു കലാകാരൻ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇന്ന് 15 വർഷമാവുന്നു എന്നുള്ളതാണ്. നെല്ല് സംഭരിച്ച് 2 മാസത്തിലധികമായിട്ടും പണം ലഭിക്കാത്തതിനാൽ കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം ജില്ലയിലെ നെൽ കർഷകർ. ഈ സാഹചര്യത്തിൽ സമരത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ജില്ലയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. പ്രതിഷേധം പ്രക്ഷോഭത്തിലേക്ക് വഴിമാറുമ്പോൾ 100 മേനി വിളയുന്ന പാടങ്ങൾ അത് തരിശു നിലങ്ങളായി മാറിയേക്കും. 85 കോടി രൂപയാണ് സപ്ലൈകോ മലപ്പുറം ജില്ലയിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ളത്. പൊന്നാനി കോൾ മേഖലയിലെ കർഷകർക്ക് മാത്രം 30 കോടി രൂപയുണ്ട്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലായിരുന്നു സംഭരണം. മാസം ഇത്ര കഴിഞ്ഞിട്ടും അക്കൗണ്ടിൽ പണം മാത്രം വന്നില്ല. അധികൃതരോട് ചോദിക്കുമ്പോൾ ആരും കൃത്യമായ മറുപടി നൽകുന്നുമില്ല. ഇനി കടം വാങ്ങാനിടമില്ല, പണയം വയ്ക്കാൻ ബാക്കിയൊന്നുമില്ല. പ്രത്യക്ഷ സമരമല്ലാതെ വേറെ വഴിയില്ലെന്നും കർഷകർ. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ പണമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾ കൊടുത്ത നെല്ലിന്റെ ഒരു ഉൽപ്പന്നം കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഈ അധികാരത്തിലിരിക്കുന്ന എല്ലാവരും, അത് നമ്മൾ എന്ന രാഷ്ട്രീയം എന്നുള്ളതല്ല, രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുക. അധികാരത്തിലിരിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരാണെങ്കിലും അവര് കാണേണ്ട ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇത് ഇവർക്ക് ഒരു സ്ഥിര വരുമാനമില്ലാത്ത ആളുകളാണ് കർഷകർ എന്ന് പറയുമ്പോൾ. അവരുണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നത്തിന്റെ വിലയാണ് അവർക്ക് കിട്ടേണ്ടത്. അത് വായ്പ വാങ്ങിയിട്ടാണ് ഭൂരിഭാഗം കർഷകരും ഈ പണിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അത് ഉടനടി കൊടുക്കണം. അത് കൊടുക്കാൻ സർക്കാർ സന്നദ്ധമാകാത്ത ഒരു സാഹചര്യത്തിലാണ് കർഷകർ സംഘടിതമായ സമരത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. 28 രൂപ 32 പൈസ എന്ന സപ്ലൈകോയുടെ നല്ല വില വാഗ്ദാനത്തിൽ വിശ്വസിച്ചതാണ് ചതിയായതെന്നും സ്വകാര്യ മില്ലുകൾക്ക് നൽകിയാൽ ഈ പ്രതിസന്ധി ഉണ്ടാകുമായിരുന്നില്ല എന്നും ഇവർ പറയുന്നു. ഞങ്ങളിൽ സ്വകാര്യ കമ്പനികൾ ഇപ്രാവശ്യം വന്ന് സമീപിച്ചാണ്. അവർ 26 രൂപയ്ക്ക് ഞങ്ങളെ നെല്ല് എടുക്കാമെന്നും പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങളെല്ലാവരും സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവർക്കാർക്കും കൊടുത്തില്ല. ഞങ്ങൾക്ക് കൊടുത്താൽ മതിയായിരുന്നു, ഞങ്ങൾ ഈ ദുരിതത്തിൽ ഉണ്ടാവില്ല. 2 രൂപ അധികം തരും എന്നുള്ള വാഗ്ദാനത്തിൽ നമ്മൾ വിശ്വസിച്ചു അല്ലേ? അതിന് ഞങ്ങൾ 5 രൂപ പലിശയാണ് ഞങ്ങൾ പോണത്. 2 രൂപ അവര് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഈ ഇത്രയും ഫണ്ടുകൾ മേടിച്ചിട്ടുള്ളതിൽ 5-6 രൂപ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. അപ്പൊ അതിലും നല്ല ഞങ്ങൾക്ക് പ്രൈവറ്റ് മില്ലുകൾക്ക് കൊടുത്താൽ മതിയായിരുന്നു. പണം ലഭിച്ചില്ലെങ്കിൽ ഇനി കൃഷി ചെയ്യാനില്ല എന്ന കടുത്ത നിലപാടിലാണ് പൊന്നാനി കോൾ മേഖലയിലെ കർഷകർ. ഇപ്രാവശ്യം ജനറൽ ബോഡി കൂടി ഈ വർഷം തരിശായിട്ട് കെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് എല്ലാ കർഷകരും മുന്നോട്ട് പോകാനുള്ള തീരുമാനം വെച്ചിട്ടുള്ളത്. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. താങ്കളെ കൂട്ടിയപ്പോൾ ഒരു ആശ്വാസം ഉണ്ട്. അതിപ്പോ എന്തായാലും ഈ പ്രാവശ്യം പ്രാബല്യത്തിൽ വരില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എന്നാലും താങ്കളെ കൂട്ടിയാലും വേണ്ടില്ല, നമ്മളുള്ള നെല്ലിന്റെ പൈസ കൊണ്ടുപോയത് കിട്ടിയത് മതി. സർക്കാർ വാക്ക് വിശ്വസിച്ച് കൃഷി ഇറക്കിയവർ വിയർപ്പിന്റെ വില തേടി പ്രക്ഷോഭത്തിന് തയ്യാറാകുമ്പോൾ നഷ്ടമാകുന്നത് സർക്കാരിന്റെ കാർഷിക നയങ്ങളിലെ വിശ്വാസ്യതയാണ്. ന്യൂസ് 18, മലപ്പുറം. ഉപഭോക്താക്കൾക്കായി പരിധിയില്ലാത്ത സേവനങ്ങൾ നൽകുന്ന പുതിയ പ്ലാനുകൾ അവതരിപ്പിച്ച ജിയോ. പ്രതിദിനം 2 GB അതിനു മുകളിലും ഡാറ്റയുള്ള പ്ലാനുകളിലാണ് അൺലിമിറ്റഡ് 5G ഡാറ്റ ലഭ്യമാക്കുക. ജൂലൈ 3 മുതൽ പുതിയ പ്ലാനുകൾ ലഭ്യമായി തുടങ്ങും. 5G, AI സാങ്കേതികവിദ്യ എന്നിവയിലെ നിക്ഷേപത്തിലൂടെ രാജ്യത്ത് സുസ്ഥിരമായ ടെലികോം വ്യവസായം കെട്ടിപ്പടുക്കുകയാണ് ലക്ഷ്യമെന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ലിമിറ്റഡ് ചെയർമാൻ ആകാശ് അംബാനി പറഞ്ഞു. ജിയോ സേഫ്, ജിയോ ട്രാൻസ്ലേറ്റ് എന്നിങ്ങനെ 2 പുതിയ സേവനങ്ങളും ജിയോ അവതരിപ്പിച്ചു. കോൾ, മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ തുടങ്ങി നിരവധി സേവനങ്ങൾ നൽകുന്ന ക്വാണ്ടം സുരക്ഷിത കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ജിയോ സേഫ്. പ്രതിമാസം 199 രൂപയാണ് സേവന നിരക്ക്. AI അധിഷ്ഠിത ബഹുഭാഷ കമ്മ്യൂണിക്കേഷൻ ആപ്പാണ് ജിയോ ട്രാൻസ്ലേറ്റ്. ഇതുപയോഗിച്ച് വോയിസ് കോളുകളും വോയിസ് മെസ്സേജുകളുമെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാം. 99 രൂപ പ്രതിമാസ നിരക്കിലാണ്
ഇത് ലഭ്യമാക്കുക. എന്നാൽ ഒരു വർഷത്തേക്ക് ഈ 2 ആപ്പുകളും ജിയോ ഉപയോക്താക്കൾക്ക് സൗജന്യമായി നൽകും. കർണാടകയിലെ ഗുണ്ടനഹള്ളിയിൽ വാഹനാപകടത്തിൽ 15 പേർ മരിച്ചു. ടെമ്പോ ട്രാവലറും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം. ബെലഗാവിലെ സബദത്തിയല്ലമ്മ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച ടെമ്പോ ട്രാവലറിലേക്ക് ലോറി ഇടിച്ചു കയറുകയായിരുന്നു. മരിച്ചവരെല്ലാം ശിവമൊഗ്ഗയിലെ ഭദ്രാവതി സ്വദേശികളാണ്. സാമൂഹ്യ പ്രവർത്തക ദയാബായിയുടെ ജീവിതം സിനിമയായി. ഹിന്ദിയിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിന്റെ സ്പെഷ്യൽ പ്രിവ്യൂ കൊച്ചിയിൽ നടന്നു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കൊപ്പം ദയാബായിയും പ്രദർശനത്തിനെത്തി. ഇടപ്പള്ളി വനിതാ വേദ തിയേറ്ററിൽ രാവിലെ നടത്തിയ സ്പെഷ്യൽ പ്രിവ്യൂ പ്രേക്ഷകരുടെ മനസ്സ് നിറച്ചു. വെട്ടം മൂവീസിന്റെ ബാനറിൽ ശ്രേയസപ്പൻ നിർമ്മിച്ച വരുൺ തിരക്കഥ സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ബിഡിറ്റ ബാഗാണ് ദയാഭായി എത്തുന്നത്. പ്രിവ്യൂ കാണാനായി ദയാഭായും മലയാള ചലച്ചിത്ര പ്രവർത്തകരും രാഷ്ട്രീയ സാമൂഹിക നേതാക്കളുമെത്തി. സിനിമ കണ്ടതിന്റെ സന്തോഷം ദയാഭായ് ന്യൂസ് 18നോട് പങ്കുവച്ചു. എൻ്റെ റോൾ ചെയ്യുന്നയാൾ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റേതുപോലെ തന്നെ അവൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വലിയ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നും അതിലെനിക്ക് തോന്നിയില്ല. മെസ്സേജ് നന്നായിട്ട് ഉണ്ട്, പക്ഷേ ഇറ്റ്സ് നോട്ട് എനഫ്. അത് ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരുപാട് കൂട്ടങ്ങളെ കവർ ചെയ്യാനുണ്ട്. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സാമൂഹിക പ്രവർത്തകയാണ് ദയാഭായ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ, ചെങ്ങറ പ്രക്ഷോഭം, കാസർകോട്ടെ എൻഡോസൾഫാൻ ബാധിതർ തുടങ്ങി സാമൂഹിക വിഷയങ്ങളിൽ സുപ്രധാന പങ്കുവഹിച്ച വ്യക്തിത്വം കൂടിയാണ്. മുംബൈ, ഡൽഹി, മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രദർശനമുണ്ടാകും. ചിത്രമുടൻ തിയേറ്ററുകളിലെത്തും. ന്യൂസ് 18 കൊച്ചി. ബാർക്കോഴ കേസിൽ അനിമോന്റെ ബന്ധുവായിട്ടുള്ള CPM സംസ്ഥാന സമിതി അംഗത്തെ ചോദ്യം ചെയ്യണമെന്ന തിരുവഞ്ചൂരിന്റെ ആവശ്യത്തിന് മറുപടിയുമായി ജില്ലാ ഘടകം. അനിമോന്റെ ബന്ധു ആര് എന്നതല്ല പ്രധാന പ്രശ്നമെന്ന് സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ പ്രതികരിച്ചു. ബാറിന്റെ ആവശ്യങ്ങൾക്കായി തങ്ങളെയും അനിമോൻ വിളിക്കാറുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി AV റസലും പറഞ്ഞു. മകനെ ചോദ്യം ചെയ്തുള്ള അന്വേഷണം നീളുന്നതിനിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ CPMനെതിരെ ആരോപണമുന്നയിച്ച് നേരത്തെ രംഗത്ത് വന്നിരുന്നത്. CPM സംസ്ഥാന സമിതി അംഗം അനിമോന്റെ അടുത്ത ബന്ധുവാണെന്നായിരുന്നു പേരെടുത്തു പറയാതെ തിരുവഞ്ചൂരിന്റെ ആരോപണം. ഈ സംസ്ഥാന സമിതി അംഗത്തെ ചോദ്യം ചെയ്താൽ ബാർക്കോഴയ്ക്ക് പിന്നിലുള്ള അഴിമതി വ്യക്തമാകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു. ഇതിനു പിന്നാലെയാണ് CPM കോട്ടയം ജില്ലാ ഘടകത്തിന്റെ വിശദീകരണം. അനിമോന്റെ ബന്ധു ആര് എന്നതല്ല പ്രശ്നമെന്ന് സംസ്ഥാന സമിതി അംഗം K. അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്നു. ബാർ ഉടമകളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ തിരുവഞ്ചൂരിന്റെ മകൻ അർജുൻ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നുവെന്നും അനിൽകുമാർ ആവർത്തിക്കുന്നു. അനിമോന്റെ ബന്ധു ആരാണെന്നുള്ളതല്ല ഇപ്പം നടക്കുന്ന അന്വേഷണം. ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് 2.5 ലക്ഷം രൂപ കോഴ കൊടുക്കണമെന്ന് ഒരാളുടെ ശബ്ദം പുറത്തു വന്നു. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിട്ടുള്ള ആളാണ് വിശദീകരിക്കേണ്ടത്. ഒന്ന്, ഈ 2.5 ലക്ഷം രൂപയുടെ പിരിവ് അവിടെ നടന്നോ ഇല്ലയോ, ഇദ്ദേഹം നടത്തുന്ന ബാർ ഹോട്ടൽ ആ പണം കൊടുത്തോ ഇല്ലയോ, ഇതല്ലേ ചോദ്യം. അനിമോന് എത്ര ബന്ധുക്കളുണ്ട് എന്നൊരു ചോദ്യം കേരളത്തിൽ ഉയർത്തേണ്ട ഒരു കാര്യമില്ല. അതിനെന്താ പ്രസക്തി? അനിമോൻ എത്ര ബന്ധുക്കളുണ്ടാവും? അനിമോനുമായുള്ള ബന്ധമല്ല പ്രധാന പ്രശ്നമെന്ന് CPM ജില്ലാ സെക്രട്ടറി AV റസലും പ്രതികരിച്ചു. ബാറിന്റെ ആവശ്യങ്ങൾക്കായി തങ്ങളെയും അനിമോൻ വിളിക്കാറുണ്ടെന്ന് റസൽ. അല്ല, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഓഫീസിലേക്കല്ല ഞങ്ങൾ മാർച്ച് നടത്തേണ്ടത്, പിന്നെ എവിടോട്ടാണ് നടന്നത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഡബിൾ റോൾ വഹിച്ചിട്ടുണ്ട് എന്ന് വന്നപ്പോൾ ഞങ്ങളത് ചെയ്തു. അതിന് അനിമോന്റെ ബന്ധു CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ആണ് എന്ന് മറുപടി പറയുന്നത് എത്രമാത്രം ബാലിശമാണ്. നേരത്തെ തിരുവഞ്ചൂരിന്റെ വസതിയിലേക്ക് ബാർക്കോഴ ആരോപണം ഉന്നയിച്ച് CPM മാർച്ച് നടത്തിയിരുന്നു. CPM മറുപടി പറഞ്ഞതോടെ ബാർക്കോഴയിൽ കോട്ടയത്തെ രാഷ്ട്രീയവും തിളയ്ക്കുമെന്ന് ഉറപ്പായി. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അപ്പോൾ മോർണിംഗ് വൈബ്സിന്റെ സമയം പൂർത്തിയാവുകയാണ്. വരും സമയങ്ങൾ കൂടുതൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളുടെയാണ് എന്നുള്ളത് ഇതുവരെയുള്ള വാർത്തകളിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ന്യൂസ് 18 തന്നെ തുടരുക. വാർത്താരംഭം 9 മണിക്ക് ആരംഭിക്കും. KP അഭിലാഷ് ചേരും. കൂടുതൽ വാർത്തകളും വിശദാംശങ്ങളുമായി മോർണിംഗ് വൈബ്സ് വീണ്ടും നാളെ കാണാം. നമസ്കാരം.